എങ്ങല്ലോ ബാക്കി ആൾക്കാർക്ക് ഇറങ്ങട്ടെ. ബാലു എന്തിനിവിടെ വന്നിറങ്ങിയ? ഇതാണ് എന്റെ നഗരസഭ. നിങ്ങളെ നഗരസഭ? നഗരസഭ. എന്തെങ്കിലും കാര്യം സാധിക്കണ്ട ഇവിടെ? എന്തെങ്കിലും കാര്യം സാധിക്കാൻ ഉണ്ടാകുന്ന എടീ ചുറ്റും നിങ്ങളെ ഞറകണ്ട് പിറങ്ങണിയില്ലേ? വേണ്ട, ഇവരെല്ലാരും ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ നിന്നല്ലേ എടുത്തത്. ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഞാനാണല്ലോ നിങ്ങളെ ഓണിപ്പിച്ച് ഇങ്ങോട്ട് ഉണ്ടിത്തള്ളി വിട്ടത്. ഒരു കാര്യം പറയാം, കൂടുതൽ മുട കാണിക്കരുത്. ഇത് നെയ്യാറ്റിൻകരയാണ്, എന്റെ പടവലം അല്ല. ഇവിടെ ഞാനാണ് രാജാവ്. ഞാൻ പറഞ്ഞ കേട്ടനുസരിക്കണം. രാജാവല്ല രാജാവ്. വെറുതെ കൊച്ചിന്റെ രായും എപ്പോഴും വഴക്കാത്ത. നിന്റെ കുഴപ്പമല്ല, അച്ഛന്റെ കുഴപ്പം തന്നെയാ. അല്ല അപ്പൊ പാറവട വീട്ടിലെ രായ വെച്ചെന്നുണ്ട്. ഞാൻ പാറവട വീട്ടിലെ രാജാവ് ഞാൻ തന്നെ, ഇവിടുത്തെ രാജാവ് ഞാൻ, എക്കാലം രാജാവ് ഞാൻ തന്നെ. എന്ത് സംശയമല്ലോ ഉണ്ടോടാ? നഗരസഭയിലത്തെ കാഴ്ചകളെ കണ്ടാണെങ്കിലേ നമുക്കൊക്കെ പോയാലോ? അതെ, ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാ അച്ഛാ. അതെ, നീയൊക്കെ കണ്ടു കാണും. പക്ഷെ എന്റെ പാറക്കുട്ടി കണ്ടാണല്ലോ, ഏത് സമയം വന്നാലും അവള് ഉറക്കമാണ്. മക്കളെ ഇത് കണ്ടോ? മക്കളെ അച്ഛന്റെ നഗരസഭ, അച്ഛന്റെ നഗരസഭ. അച്ഛൻ പണി പറ നഗരസഭ എന്ന് പറ. പറഞ്ഞേ. പിന്നെ വേറൊരു സ്ഥലം കാണാൻ ആധാർ എഴുത്ത് ഓഫീസ് ഇവിടെയാണ്. എനിക്ക് ഇവിടെ കയറണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്നുവരെ പറ്റിയിട്ടില്ല. കാരണം നിന്റെ അച്ഛൻ ഉണ്ടല്ലേ, കുട്ടമ്പിള്ള, എന്റെ അച്ഛൻ എഴുത്താണ്. അതിന് ഇവിടുത്തെ ആധാർ ഓഫീസ് നിങ്ങളെ സ്ഥലം എഴുതി തന്നാലേ ആവശ്യമുള്ളൂ. അവിടെ പോണം എന്റെ ആധാർ ഓഫീസിൽ. എന്നായിരുന്നാലും എനിക്ക് ഇവിടെ കയറാനുള്ള ഭാഗ്യമില്ലല്ലോ. എന്റെ കുഴപ്പമില്ല, ഇവിടെ കയറാനുള്ള ഭാഗ്യമില്ല. എന്റെ കുഴപ്പമില്ല, നിങ്ങൾ അച്ഛൻ്റെ കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ് തർക്കുത്തരം പോലെ രാജാവ് ഞാൻ അടിച്ചവളെ ഞാൻ. അച്ഛാ, ഈ നഗരസഭ പാർലമെന്റ് കണ്ടുകൊണ്ട് നടന്നാ മതിയാ? തറവാട്ടി പോകണ്ടേ? ഇവിടുത്തെ പയലേക്ക് തന്നെ വലിയ കാര്യമാണ്. അവന്മാർ കണ്ടാ നിന്നെ ഇടിച്ച് പിന്നെ പഞ്ഞിക്കിടും കേട്ടാ. എന്റെ മോനും നോക്കൂല, എന്റെ തോളിൽ ഇവിടെ ഈ നാട്ടിൽ ആരും കൈ ഇടൂല. അതുകൊണ്ടാണ് കഴിക്കളാ ഞാൻ. അതെ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നെയ്യാറ്റിങ്കര വാഴും കണ്ണാനിന്നെ നെയ്വിളക്കായി ഞാൻ ജന്മം. കേറെല്ലാം കൂടെ ഭാഗത്ത് തൂത്തുവാരി ഞാൻ കയറി. 1 2 3 പോ. 1 2 3 4 5 കയറി. 5 5 കയറും. നെയ്യാറ്റിങ്കര വാഴും കണ്ണായൻ വേണ്ട ചില്ലത് കേട്ട കാറ്റിലുള്ള നല്ല നമ്മള് നമുക്ക് നെയ്യാറ്റിങ്കര കാറ്റും കൊണ്ട് പോകണം. വണ്ടി എനിക്ക് അറിയാടി, എന്ത് ചെയ്യാൻ പറ്റും? കയറി പോകാതിരിക്കാൻ പറ്റുമോ? നീ പഠിപ്പിക്കില്ല കുട്ടമ്മ മോളെ. പോയി കൊറേ ഓടി തെളിഞ്ഞാണ് ഇവിടെ അതേ അറിയാട്ടാ. കുടിയാ തലവ കണ്ടു വെച്ചോ. അച്ഛൻ ഇല്ലെങ്കിൽ വന്ന് ഇവിടെ നോക്കണം കേട്ടോ. ഒരു പൈസ അമ്മച്ചിപ്ലാവിന്റെ കഥ അറിഞ്ഞൂടെ? നിങ്ങൾക്ക് ആർക്കും അമ്മച്ചിപ്ലാവിന്റെ കഥ അറിഞ്ഞൂടെ? നിനക്കറിയടേ, പണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 8 വീട്ടി പിള്ളവരായിട്ട് ഫൈറ്റ് ഉണ്ടായി, യുദ്ധം ഉണ്ടായി, ഭയങ്കര യുദ്ധം ഉണ്ടായി. അപ്പൊ തൽക്കാലം കൊച്ചായി ഞാൻ കഥ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോ, നാളെ നിനക്ക് ഭാവി ഉപകാരപ്പെടും. അപ്പൊ ഇവിടെ വന്ന് ഒളിച്ചിരിക്കണം, എവിടെയെങ്കിലും ഒളിക്കണം കേട്ടോ. അപ്പൊ ഇനി ഇവിടെ ഈ സ്ഥലത്ത് വന്നു, നമ്മളെ നെയ്യാറ്റിങ്കര വന്നു. അപ്പം എവിടെ ഒളിക്കാന്ന് പറഞ്ഞോണ്ടെങ്കിൽ ചുറ്റും നോക്കിയപ്പോൾ ഇവിടെ ഒരു പശുവിനെ മേയ്ക്കുന്ന ഒരു ബാലനെ കണ്ടു, കൊച്ചു പയ്യൻ. അപ്പൊ ആ കൊച്ചു പയ്യൻ പറഞ്ഞ് ഇവിടെ ഒരു പ്ലാവുണ്ട്, അതിന് വലിയൊരു പൊത്തുണ്ട്, നമ്മൾ കണ്ടില്ലേ? അവിടെ കയറി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. കേൾക്കണ്ടാടേ, ഒളിച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രാജാവ് ഒളിച്ചിരുന്ന് ശത്രുക്കളെ രക്ഷപ്പെട്ടു. പിന്നെയാണ് ആര് പയ്യൻ ആലോചിച്ചപ്പോൾ അവിടെയുള്ള പയ്യനൊന്നും അല്ല, അത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. അതിൻ്റെ സ്മരണയ്ക്കാണ് ഈ അമ്പലം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണിയിച്ചത്. അച്ഛനതൊക്കെ പണ്ട് അറിയാം, കാരണം ഈ മാർത്താണ്ഡ മഹാരാജാവ് പിന്നെ ലളിതമ്പി നമ്മുടെ തമ്പിമാരാണല്ലോ. നമ്മൾ ഈ ലളിതമ്പിന്റെ 6ാമത്തെ തലമുറയാണ് നമ്മൾ. അപ്പൊ ഈ തമ്പിമാരെ നമ്മൾ നാടൊക്കെ ശരി തന്നെ, തള്ളു കുറച്ച് കുറവാണ്. തള്ളണല്ലേ, ഞാൻ കാര്യം പറഞ്ഞാണ്. നിനക്ക് തള്ളാറ്റ് തോന്നി? നന്നായിട്ട് തൊഴുതോ, പരീക്ഷയ്ക്ക് മാർക്ക് കൊടുക്കട്ടോ, നന്നായിട്ട് തൊഴുതോ. നെയ്യാറ്റിൻകര വാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ.
പോകട്ടെ എന്റെ ജന്മം. ഇവിടെ എന്തിനാ നിർത്തണേ? ഏ? ഇവിടെ എന്തിനാ നിർത്തണേ? എന്താണ് അമ്പലത്തിലുണ്ട്? ഇവിടെ ഇത് അമ്പലമാണിടേ. എന്ത് ഹോസ്പിറ്റലാ? ഹലോ മാറ്റി ഞാൻ പറയാം. നിങ്ങൾ ഇറങ്ങ്. നിക്ക് ഇവിടെ എന്തിനാ ഇറങ്ങണേ? ഇവിടെ ഇറങ്ങ്, പറയട്ടെ, ഇറങ്ങ്. ഇവിടെ എന്താ? ഇതാ ആ നിങ്ങൾ ചോദിച്ചില്ലേ ഇത് അമ്പലം ചോദിച്ചില്ലേ? എടാ ഇത് എന്റെ അമ്പലമാണ്. എടാ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ്. ജനിച്ച സ്ഥലം. എടാ എന്നെ പ്രസവിച്ച ആശുപത്രി ഉണ്ടായത്. ഇനി ഇവിടെ നിർത്തണോ? അവിടെ പോണോ ഇപ്പൊ? എന്തോ അവിടെ പോണോ? അവിടെ പോണോ? എന്നെ പ്രസവം എടുത്ത ഹെഡ് നേഴ്സ് ഇല്ലേ, അവരുണ്ട്. അവരൊന്ന് കണ്ടിട്ട് പോവാം. ഒരു വേണം കളിക്കാൻ ഏട്ടാടി. എടി എനിക്ക് സൂണനെ ഒന്ന് കണ്ടിട്ട് പോവാം. അതാരാ സൂണൻ? എന്റെ ഇവിടെ 1ാം ക്ലാസ് മുതൽ പഠിച്ച സൂണൻ ഇവിടുത്തെ അറ്റൻഡറാണ്. അവനെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. ബാലു, നിങ്ങൾക്ക് ഇവരെയൊക്കെ കാണാനാണെങ്കിൽ എന്തോരം സമയം. നമ്മൾ 2-3 ദിവസം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവരെയൊക്കെ ഒറ്റയ്ക്ക് പോയി കണ്ടുകൂടെ? ഞങ്ങളെ വെറുതെ ഇതിനെ ബുദ്ധിമുട്ടിക്കടേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ സൂണനെ കാണാതെ പോയി. അവൻ ഭയങ്കര സങ്കടം പറഞ്ഞു. ഇപ്രാവശ്യം അമ്പച്ചി എവിടെ താമസിക്കണേ? ആ ഇവിടെ കണ്ട പരിചയം, നമുക്ക് നല്ല കണ്ട പരിചയം. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം കൂടെ ഞാൻ സൂണനെ കാണാതെ പോയി കഴിഞ്ഞാൽ അവൻ അറ്റൻഡറാണ്. അറ്റാക്ക് വന്ന് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കും. അച്ഛൻ എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞാണ് നെയ്യാറ്റിങ്ങനെ ഇത് കയറിയൊക്കെ ബോർഡർ കയറി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് രസകൂടം മേടിച്ചു. രസത്തിന് കൂരായിട്ടെങ്ങനെയുള്ളന്ന് കുതിർക്ക ഇട്ടെങ്ങനെയുള്ളൂ. നീയൊക്കെ ഭയങ്കര അച്ചടി ഭാഷയാണ് സംസാരിച്ചിനേക്കാം. വേണമല്ലോ രസമാണല്ലോ. കൂരാത്ര രസോടെ കിട്ടും. കൂരാത്ര രസോടെ കിട്ടും. സന്ധ്യ ആകുമ്പോഴേ നല്ല കൂരി വരുള്ളൂ. ഇത്ര വരും. വാ പൂവാടി, നീ രസോടാ വാ. വാ വാ. ഇപ്പൊ രസവട വാങ്ങിച്ചതില്ലെന്ന് വേണ്ട. വെയില് ഭയങ്കര. കുട്ടമ്പിള്ള നിന്റെ അച്ഛന്റെ പേര്? കുട്ടമ്പിള്ളന്നല്ല, അത് കുട്ടപ്പൻ. എന്റെ അച്ഛനൊരു കുട്ടമ്പിള്ള. ഒന്നിയല്ല കുട്ടമ്പിള്ള ഒന്നി തന്നെ. പാൽമക്ക് പോലെ കഴിയാ. വാ കഴിക്കാടി. വാ കഴിക്കാം. വാ നിനക്ക് ഓർമ്മയുണ്ട? കല്യാണം കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഇവിടെ രസവട കഴിച്ചത് ഓർമ്മയുണ്ട? എടാ നമ്മളെ തിരുവനന്തപുരത്തിലെ ദേശീയ ഭക്ഷണം രസവട. കുതിർന്നല്ല, കുതിർന്ന് കാണും. കളിയാക്കല്ലേ? എല്ലാരും കയറി ആ സൈഡിൽ ഇരിക്കട്ടാ. കയറാം. എവിടെ കയറിയിരുന്നാ മതി. ഇപ്പൊ ഇവിടെ എനിക്കൊരു വിലയുണ്ട്. എന്റെ നാടാണ്. മര്യാദയ്ക്ക് ഇവിടെ അഡ്ജസ്റ്റ് കഴിച്ചിട്ട് പോകാൻ നോക്കാം. അപ്പൊ ഇപ്പൊ വരും ദോശയും രസോടൊക്കെ. എന്ത് എനിക്കറിയാം. ആ പിന്നെ പറ, എന്താണ് കാര്യം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറ. എന്തോന്ന് പറ. നീ എന്ത് കാര്യം ചോദിച്ചാലും പറ. 100 കാര്യം ചോദിച്ചോ. നെയ്യാറ്റിക്കര ഭൂമിശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ചരിത്രം ഒക്കെ ഞാൻ പറയും. നെയ്യാറ്റിക്കരെ കുറിച്ച് എന്തറിയാലോ? ആണോ ദോശ ഓരോ പൊങ്ങച്ച മൊത്തം എന്നോട് ഇത്രയും കാലം കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്നും അല്ല. അല്ല, പടവലത്ത് ഒന്ന് പോകാന്ന് പറയുമ്പോ നിങ്ങക്ക് അപ്പ ഭയങ്കര തിരക്കാ. ഇപ്പൊ എങ്ങനെ സമയം കിട്ടി എല്ലാവരും പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ? നെയ്യാറ്റിക്കര വരുമ്പോ ഒരു ആശ്വാസമാണ്. ഇവിടുത്തെ മണം കണ്ട, നെയ്യാറ്റിക്കര വായു കണ്ട, അനുഭവിച്ചാൽ എന്നെയല്ല നിങ്ങളെ കൊണ്ടുവരണം. നിങ്ങൾക്ക് എന്ത് അച്ഛന്റെ വീട്ടുകാർ വേണ്ടിയാ? അമ്മേരെ വീട്ടുകാർ മതിയാ? എന്റെ ഭാഷയെ പറ്റി കുറ്റം പറയണ്ടോ? ചവളടിച്ച് ഞാൻ ഇവിടെ വരുമ്പോ എന്റെ ഭാഷ സംസാരിക്കണം. അച്ഛൻ ഓഫീസിൽ നിന്ന് വരാൻ സമയമില്ലാത്ത സമയത്താണ് എന്നെ വിളിച്ചുകൊണ്ടുവന്നത്. ഓഫീസില് ചിലക്ക ഏത് സമയം ഓഫീസിൽ കുറ്റി അടിച്ചിരിക്കാതെ വല്ലപ്പോഴേക്ക് പുറത്തോട്ട് ഇറങ്ങ്. തലയില് കാറ്റ് പിടിച്ച കിട്ടിട്ട് അല്ലേ ഇതിലോ തന്നെ കുട്ടമ്പള കളിക്കലേട്ടാ. എന്റെ ഭാഷ കുറ്റം പറയാ. നിന്നെ 5 മക്കളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ അമ്മയുടെ ചോദിച്ചു ചെയ്യണം. 2 കൂടെയാണ് ഇവിടെ പറഞ്ഞത്. അണ്ണല്ലേ, അണ്ണന്റെ മാമനാണ് ഇവിടെ. മാമൻ പോയി. എനിക്ക് വേണ്ടി. അപ്പോ എനിക്ക് ഇവിടെ പണ്ട് അവള് വന്നപ്പോ ആക്രാന്തമായിരുന്നു രസവട കേട്ടാ. ഇന്ന് അതേ ആക്രാന്തം തന്നെ. ഇതുവരെ മാറിയില്ല. സ്വഭാവം ഇതുവരെ മാറിയില്ല.
കഴിച്ച് അക്ക അമ്മായിടെ നമ്മള് പണ്ട് വന്നപ്പോൾ ഇതുപോലെ ഞാൻ വെച്ചില്ലേ നിനക്ക് നല്ല നല്ല നന്ദി ഉണ്ടേ കൂട്ടമ്പളെ നമ്മളെ എന്നാ, അതല്ല ആ നല്ല കാര്യമുണ്ടോ തന്നേരമ്മ തന്നടാ നല്ല എരിവ് കേട്ടോ. പറഞ്ഞോ അണ്ണാ മുളക് കറിയില്ലാണോ പരിപ്പടാ ഇത് രസവടാ 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 ചില കുറച്ച് വെള്ളം. നമ്മളെ നിങ്ങൾ തൊട്ടടുത്ത് ബാർ എന്ത് പറഞ്ഞല്ലേ ലീ വെച്ചെന്ത് പറഞ്ഞപ്പോ മുടി വെട്ടുന്നത് ഇല്ല ഇത് ആ ബാബർ ഷോപ്പിലെ തൊട്ടടുത്ത് അവിടെയാണ് മുടി വെട്ടിട്ട് പോണത് അന്ന് ഞാനും മറ്റേ സൂണും കൂടെ വരുമായിരുന്നു നമ്മളെ ആശുപത്രിയിലെ സൂണും കൂടെ എനിക്ക് വരുമായിരുന്നു മനസ്സിലായി സുഗുണ കാണാൻ പോണെന്ന് പറഞ്ഞപ്പോഴേ എന്തിനാ തരാടെ കിടന്ന് ബളം ഉണ്ടാക്കാം നിർത്തി അങ്ങനെ കാണിക്കടേ കേശു ചെവി അടിച്ചോണോ ബാക്കി ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം. അപ്പുറ കൂട്ടങ്ങളെ കൊണ്ട് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചത് കൊച്ചു ഇറങ്ങിയത് ഏസിയുടേത് കരിക്കട ഓരോരുത്തർക്ക് ഓരോ കരിക്ക് വെച്ചു പച്ച മതി ചേട്ടാ. പച്ച വേണം ഇത് വേണം ഇതാണ് ടേസ്റ്റ് കൂടി ഇത് വേണം ഏത് വേണം ഈ കുടിക്കാനും ഇതും കഴിക്കാനും പച്ച 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 അണ കുടിക്കാനും നല്ല കാമ്പുള്ള വഴുമ്പല് മധുരമുള്ള നല്ല മധുരമുള്ള വഴുമ്പലിട് ബൾബിളാന്ന് അതന്നെ. നീലൂടെ മുടിയാ കുട്ടി ഉറങ്ങി കുട്ടി അമ്മ ഉണ്ടോ അമ്മ ഇറങ്ങണ്ട പാ ആക്രാന്തം ആക്ക് കേശുവില്ലേ കേശു അത് കുടിക്കുന്നു ആക്രാന്തം കൊച്ചു ഉറങ്ങിയില്ല നല്ല വഴുമ്പല് ഇടണം വഴുമ്പല് ഡ്രസ്സിലാക്കല്ലേ അങ്ങനെ ഇരിക്കാല്ലേ അമ്മ അവിടെ ഇരുന്നോ എനിക്ക് കരിക്കൊണ്ട് തരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം എങ്ങനെയുണ്ട് അച്ഛാ അമ്മ കൊച്ചു ഉറങ്ങിയപ്പോ അനങ്ങിയ എണീക്കും അതുകൊണ്ട് അമ്മ ഇഞ്ഞ് വരാൻ പറ അമ്മ ഇഞ്ഞ് വരാൻ പറ അവള് മടി കിടക്കുമല്ലോ അത് നിങ്ങളെടുത്ത കുഴപ്പമില്ല കൊച്ചിനെ പിടിക്കടാ അമ്മ കൊച്ചിനെ പിടിക്കും ഇങ്ങോട്ട് വാ അവള് സീറ്റിലെടുത്ത് ബാലേ ബാലു ഓ. വണ്ടിയുടെ ചാവി എടുക്ക് ആ, വണ്ടിയുടെ ചാവി ലോക്കായി എടുക്ക്. പോവും എനിക്ക് വേണം കുറച്ച് എനിക്കെന്താ മാറി കുടിക്കാൻ കൂട്ടുക അവനെപ്പോ സ്നേഹമില്ലാത്തവന് പോലെ ഒരു സോങ് എടുക്കാം ഒരു സ്ട്രോ ഇട് പിങ്ക് 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 ഇവിടെ എനിക്കെന്താടാ എനിക്കും നമ്മൾ കരിപ്പോട്ടിയായിട്ട് കഴിയാം കരിപ്പോട്ടിയായിട്ട് അരിപ്പുണ്ടോ കരിപ്പട്ടിയാ കരിപ്പോട്ടി വീട്ടിലുണ്ട് വീട്ടിലുണ്ടാ അതൊക്കെ അവിടെ ചെല്ലിട്ട് എത്ര കരുക്ക് വേണം വെട്ടിയിട്ട് തരാം അച്ഛൻ തരൂ പിന്നെ കുടിച്ചാൽ മതി അണ്ണാ ഒന്നുകൂടെ വെട്ടണം ഗോളി എത്താൻ വെട്ടണം ഗോളി എത്ര നിന്റെ എന്തേ അണ്ണാ നല്ല അരിഞ്ഞ് ഞാൻ കാണിച്ചു അണ്ണാ ഇത് വെട്ടല്ലേ അറിഞ്ഞു വേണം ഇത്ര വെട്ടാ ഇതൊക്കെ അരിഞ്ഞു എന്തൊന്ന് കാണിക്കണെന്ന് ഓരോരുത്തർ കുറെ പണി പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി ചേട്ടത് മേടിച്ചു വെക്കല്ലേ ഉള്ളതെല്ലാം കളയും അണ്ണാ ഇത് വെള്ളം സോഫ്റ്റ് വെള്ളം പോയെന്ന് ബാല് മാറിക്കാ മുണ്ടിലൊക്കെ കറയെ പോന്നെ അവിടെ നിന്ന് മാറിക്ക് മൊത്തം പോയി വല്ലതുണ്ടായിരുന്നോ ചേനകത്ത് അച്ഛാ വെള്ളം വല്ലതും ഉണ്ടായിരുന്നു അച്ഛാ ഒന്നുമില്ലടോ ചുമ്മാ അണ്ണാ ഇതിന്റെ അകത്ത് ഒന്നുമില്ല അണ്ണാ ഇതിന്റെ അകത്ത് ഒന്നുമില്ല അണ്ണാ എത്ര രൂപ അണ്ണാ 300 അണ്ണാ തെങ്ങിന്റെ വില അല്ല ചോദിച്ചത് കരിക്കിന്റെ വില നിങ്ങൾ എന്താ ഇതിന്റെ പൈസ ഉണ്ടോ കൊടുത്തോ കൊടുത്തോ പൈസ കൊടുത്തോ കൊടുത്തോ ചെമ്പിപ്പോയല്ലേ 100 രൂപ അച്ഛൻ കൊടുക്കുകയാണ് ആദ്യമായിട്ട് മര്യാദ കൊടുക്കണത് കൊടുത്തേ അച്ഛനൊന്നും ഇതാക്കി തരുമോ ഇതും ആദ്യം ഒരാൾക്ക് അങ്ങനെ സംഭവം അല്ലേ നമ്മളെ നാട്ടിൽ പറഞ്ഞത് കാണണമെങ്കിൽ ആനെ കാണാം ഇതിന്റെ ഹൈറ്റ് അറിയാമോ എത്രയാ 111.2 അടിയാണ് എന്താ മക്കളെ
ആനെ കാണാം. ആ ഇതേ ഇവിടുത്തെ നാട്ടുകാരുടെ അല്ല, ഇവിടെ നാട്ടുകാരല്ല, മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഭയങ്കര പരിശ്രമം. 10 വർഷം കൊണ്ടാണ്, ഏകദേശം 10 വർഷത്തിൽ കൂടുതലായി ഈ സംഭവം റെഡിയാക്കി. ആ അതിനകത്ത് 7 നില കണ്ടല്ലോ, 7ാം നിലയാണ് കൈലാസം. കണ്ടാ എങ്ങനെയുണ്ട്? അടിപൊളി. ഇതാണ് നാട്ടിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ചൈതന്യല്ലേ? വാ. അച്ഛാ, ഓ നമ്മള് തറവാട്ടിൽ പോവാനല്ലേ വന്നേ? അതെ. ഇപ്പൊ മൊത്തം തീർത്ഥാടനമാണല്ലോ. എന്റെ പൊന്നു മക്കളെ, ഇതൊക്കെ കാണാൻ വലിയ മഹാഭാഗ്യല്ലേ? എന്തൊന്നും ലച്ചു ഇത്. ആ എനിക്ക് ഇവിടെ നിന്ന് പോരാനേ തോന്നണില്ല. ഞാൻ ഇവിടെ ഇരുന്നാലോന്ന് പോലും ചിന്തിച്ചു പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുടിയിരുത്താം അല്ലേ? നീ ഇരുന്നോ, നമ്മള് പോളൂ. വാ. ശിവനില്ലാതെ പാർവതി മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. എന്റെ അമ്മേ, എന്തുറ്റാ പൊന്നു മക്കളെ, എന്നെ ഇരുത്തിക്കളഞ്ഞു. എന്ത് സ്നേഹം. വാ പോവാം, വാ. അജോ പോകുന്നതിന് മുമ്പ് ഫോൺ ചെയ്യണം. എന്തൊരു കുഴപ്പം? അമ്പലത്തിൽ വന്നാലും അവനിങ്ങനെ മോന്തിക്കൊണ്ടിരിക്കും. നാരങ്ങ ഉള്ളതെന്ന് ചോദിച്ചാല് ബോഞ്ചിന്നല്ലേ ചോദിച്ചത്. നമ്മളെ ഭാഷയാണ് മക്കളെ. അതിനൊക്കെ എവിടെ നിന്ന് ബോഞ്ചി വെള്ളം വേണം? നമുക്ക് എവിടെ ഉപ്പും പഞ്ചാരയും കൂടി അടിപൊളി ബോഞ്ചി വാങ്ങിച്ചു. നീ എന്തൊക്കെയാ കഴിച്ചത്? രാവിലെ ചിക്കൻ ഫ്രൈ അടിച്ച് കയറ്റി, പിന്നെ ദോശ അടിച്ച്, പിന്നെ രസവട, പിന്നെ കരിക്ക്, പിന്നെ അത് ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത് എല്ലാം കൂടെ ചൂസോലായിട്ടുണ്ട്. ഓരോണല്ലേ ഒറ്റയ്ക്ക് അവര് കൂടെ ചെല്ലേ. വെള്ളം എടുക്കട്ടോ കുപ്പി. ആദ്യം സാധിക്കിട്ട്. അല്ല അവിടെ വല്ല ഓടെ വല്ല ഉണ്ടെങ്കിൽ അവിടെ കഴുകായിരുന്നു. ഓടെ അല്ല വല്ല മറ്റേ ഞങ്ങള് വരണം നോക്കിട്ട് അവിടെ പണിഞ്ഞു വെച്ചിരിക്കില്ല. നമ്മള് വരണം നോക്കി. നിനക്കും പോടാ. എനിക്ക് പോണേ, എന്ത് സംഭവം നോക്കിട്ട് വരട്ടെ. കൊച്ചിനു പറഞ്ഞിട്ട് കാര്യമില്ല, വെളായിരിക്കുന്ന സുഖമുള്ള ഏർപ്പാടാണ്. പൊന്നു ചിറക്കെപ്പോഴും വരില്ല കേട്ടാ. മരിച്ചിരി കൊണ്ടഴിച്ച് മാലയിട്ട് വായിക്കൊണ്ടിരിക്കണം. ഇത് ചെയ്യാന്ന് പറ. കഴിവാനാ എല്ലാ തുടങ്ങിട്ട് എല്ലാവരും എന്ത് ചെയ്യും? കരുതാൻ കൊണ്ട് പറയാ. വെള്ളം വേണം. പിടി മിനറൽ വാട്ടർ മേടിക്കണോ? മിനറൽ വാട്ടർ കഴിയാൻ മറ്റേ ബജാജിന്റെ മോളാ മിനറൽ വാട്ടർ കഴിവാൻ. പിന്നെ അത് അമ്മാതിന്റെ മോളാ. അതിപ്പോ കാര്യം നടക്കണ്ടേ? പിന്നെ ഇപ്പൊ വെള്ളം ഇവിടെ നിന്ന് എടുക്കാൻ. പിന്നെ ഞാൻ കൊച്ചിന് കഴിവുണ്ട്. ഇങ്ങനെ കണ്ടു പോയാണ്. എവിടുന്ന്? നീ ഒരുപാട് നാളായാലും വെള്ളം കെട്ടിട്ട് ഇറങ്ങിയിട്ട്. എവിടെ? ഇവിടുന്നാ? സൂക്ഷിക്കണോട്ടാ. നിക്കടാ. കാറ് കൂവലടാ. ആൾക്കാർ അപ്പുറത്ത് മേടിച്ചു കൊടുക്ക്. വേണ്ട വേണ്ട വേണ്ട. അവ എടുക്കത് തല കേട്ടല്ലേ? വെള്ളത്തിൽ ചെറുക്കാൻ കുടിക്കാൻ. പിടി. അയ്യോ അതിന് അവിടെ തീരുമല്ലോ. അവിടെ ഇനി ഇറങ്ങേണ്ടി വരും. നീ ഇനി വെള്ളം ഇനി വേണോ? അത് തികയില്ല. വെള്ളം ഉള്ളത് മതി, ഉള്ളത് മതി. ഞാൻ പറഞ്ഞില്ല. കൊടുക്കേ. എടാ ഇതെന്തോന്നാണ് ഇത്? ബാച്ചും കൈമാറായി. പെട്ടെന്ന് എടുക്ക്. പിന്നെ കൊടുക്കാൻ വെള്ളം അത്ര പോകുന്നു. എടാ കുപ്പി എടുത്താ പോരെ? ഈ ചോരണ സാധനം ഇതാണ് വെള്ളം. സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്.
കുട്ടി, ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ശൂലംകുടി വീട്. എടുത്തോ. എന്താ എന്താ ബ്രാക്ക് ഡാൻസ് അല്ലത്? ആ അമ്മ ഞങ്ങള് പോലും അറിയാം ഇന്നലെ രാത്രിയാ വണ്ടി തിന്നോണ്ട് പറയണം നമുക്ക് നാളെ രാവിലെ നേറ്റിക്ക് പോകട്ടോ എന്ന്. നീ എന്താടാ ഇങ്ങനെ? എനിക്ക് അമ്മയെ കാണാൻ തോന്നി, ഞാൻ വണ്ടി പിടിച്ച് ഞാൻ ഇഞ്ഞു വന്നു. തെറ്റാണോ? അല്ല, വരാൻ പാടില്ല. അച്ഛൻ എവിടെ? അച്ഛൻ പാലക്കാട് പോയിരിക്കുമല്ലേ, എന്നോട് പറഞ്ഞില്ലായിരുന്നു. കൃഷിയുടെ ആവശ്യത്തിന് ഞാൻ മറന്നു. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? പിന്നെ ഞങ്ങള് വരുന്ന വഴി മൊത്തം കഴിച്ചോണ്ടാ വന്നത്. അവന്റെ വേറൊരു പണിയും കിട്ടി. എന്ത് പറ്റി? അവൻ പറമ്പിൽ കൂടെ ഓടുമായിരുന്നു. അല്ല, കാത്തും കൺമണിയൊക്കെ ഇവിടെ. ഇന്നലെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അമ്മയുടെ കൂടെ പോയി. അതെ, പിന്നെ ഒരു ചാർജറാണ്, ഫോണ് ചാർജർ. എന്തിട്ട് കുഴപ്പമില്ല, ചാർജർ വേണം. അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിക്കളയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, ഈ നാദല്ലാ കളരി നാദരില്ലാ കളരി കേട്ടിട്ടുണ്ട്. ഇതിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്. അല്ല, അച്ഛൻ ഇല്ലെങ്കിൽ എന്തോ ഇത് ചോടൊന്നും ശരിയല്ല. എന്താണ് നീ നിന്ന് നോക്കുന്നേ ഇതൊക്കെ? അച്ഛൻ ചെയ്ത് കാണിക്ക് ചെന്നു. അറിയൂ കണ്ടടി 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 കണ്ട പഴയതുപോലൊന്നും അല്ല. അച്ഛൻ കളിക്കാൻ പോയി. നമ്മള് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ശരീരം പോയി. ജീവിച്ചിങ്ങനെ പിടിക്കണില്ലല്ലേ, കൊന്ന അടങ്ങണല്ലേ. നന്നായിട്ട് പ്രാക്ടീസ് കേട്ടോ. മുനർജന്റെ അപ്പൂപ്പായിട്ട കളരിയ പേരാണ്. ശരി, നടക്കട്ടെ, ഞാൻ അവിടെ കാണും. അച്ഛൻ തോറ്റുപോയേ. അയ്യേ, നാണമില്ലേ? നാണമില്ലേ? മുപ്പത് രൂപ നമ്മളെ ആ സൂമാനെ കാണുമ്പോഴേ ഒന്ന് വരാൻ പറയൂ. ഹലോ, എടാ നീ എന്തോന്നാ പറയണത്? നീ എത്ര ദിവസം ലീവ് ചോദിച്ചേ? 2 ദിവസം തന്നെ. ഇന്നോട്ട് 3 ദിവസം ആയില്ലേ? ഇനി ഒരു ദിവസം കൂടെ വേണമെന്നാ? ഡേയ്, ഇവിടെ ഒരിക്കൽ കൂടെ ഓടിക്കിടന്ന് കഷ്ടപ്പെട്ട് നടുവഴിയാണ് കേട്ടോ ബാക്കിയുള്ളവരെ. ഡേയ്, നാളെ രാവിലെ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ആരെങ്കിലും പിടിച്ചങ്ങ് വയ്ക്കും. പിന്നെ അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ. രാവിലെ എത്തിക്കൊള്ളണം. ഡേയ്, നീ ആരെ ഫോണിൽ കൂടെ പിടിച്ച് വരട്ടുന്നത്? എന്താണ് ഇവിടെ ഒരുത്ത ജോലിക്ക് നിന്നായി അണ്ണാ? അവന്റെ വീട്ടിലെന്തോ ഉത്സവം, എന്താ കോവിലെന്തോ ഉത്സവം എന്ന് പറഞ്ഞ് 2 ദിവസം ലീവ് എടുത്തോണ്ട് പോയി. ഇന്നോട്ട് 3 ദിവസമായി ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് പറയണ നാളെയും കൂടെ കഴിഞ്ഞ വരുവോളൂ. എന്ത് ചെയ്യാനാ? ഡേയ്, നിനക്ക് ആൾക്കാർ വല്ലതും വേണമെങ്കിൽ അണ്ണൻ്റെ അടുത്ത് പറ. എന്ത് പുതിയ റിക്രൂട്ട്മെന്റ് വല്ലതും തുടങ്ങിയ? ഇടയി, എൻ്റെ ഒരു ബന്ധു വീട്ടിലുണ്ട്, അവനെ പിടിച്ച് നിർത്താന്ന് വിചാരിച്ചു. കൊള്ളാമോ? അത് പറ്റിയത് നിൽക്കോ? നിൽക്കുമെന്ന് ഞാൻ അല്ലേ പറയുന്നത്. ഇതുപോലെയാണ് വരണവരെല്ലാം പറയണത്. ഇവിടെ മറ്റേ മലമറിക്കണ ജോലി ചെയ്യുമെന്നാണ് പറയണത്. 2 ദിവസം നിൽക്കും, 3 ദിവസം നാളെ കാണാനില്ല. അവൻ നിൽക്കോടേ, ഞാൻ അല്ലേ പറയണത്. ഓ, എന്തായാലും നോക്കിട്ട് നാളെ അവൻ വരുമോ നോക്കിട്ട്. വന്നില്ലാന്നുണ്ടെങ്കിൽ ശരി, നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാനേ വരി എവിടെ പോണത്? ഇരിക്കും. ഞാനേ വെള്ളം കുടിക്കണ. എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ബാലുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് എറണാകുളത്ത് പോണ?
എറണാകുളത്തല്ല പിന്നെ ബാലുവും പിള്ളേരും കൂടെ വന്നെന്ന്. എവിടെ വന്നു? നീ അറിഞ്ഞില്ലേ? ഇല്ല, എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? എന്റെ അടുത്ത് പറഞ്ഞില്ല. നീ ഒരു കാര്യം ചെയ്യ്, 24 മണിക്കൂറും കടയും കെട്ടി പിടിച്ചോണ്ടിരി. വീട്ടിൽ കിടക്കുന്ന ഒരു സംഭവം നിനക്ക് അറിയണ്ട. പിന്നെ കടയെ കെട്ടി പിടിച്ചിട്ട് ഞാൻ എവിടെ പോയി? എടാ വീട്ടിൽ എന്നാലും വീട്ടിൽ കിടക്കുന്ന സംഭവങ്ങളൊന്നും അറിയണ്ട. ഞാൻ അറിഞ്ഞില്ല, എന്റെ അടുത്ത് പറഞ്ഞില്ലണ്ണ. പറഞ്ഞാലേ അറിയോ, വീട്ടിൽ പോയാലല്ലേ അറിയുള്ളൂ. നോക്ക്, നീ ഇവിടെ ഇരുന്ന് കാറ്റും കൊണ്ടുകൊണ്ടിരി. ഞാനേ ബാലുവിനെ പിള്ളേരെയും പോയി കാണാൻ പോവേണ്, കണ്ടിട്ട് വരാം. പറഞ്ഞ പാടാ അങ്ങോട്ട്. വരാം വല്ല കഴിച്ചിട്ട് പോയി. വേണ്ടെന്ന്, ഞാൻ അങ്ങ് പോയി കഴിച്ചു. ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കും. പാടാ എന്റെ ജോലി പോയി. എന്നാ വരണ്ട, ഒരു മഴ എടുക്കട്ടാ അണ്ണോ. എന്തിനീ കിടന്ന് ഓടി കിതക്കണ ഒരു കോഴിയുടെ പുറകെ? അല്ല, കടയിൽ 2-3 ദിനം ചിക്കൻ കടയിൽ നിന്ന് മേടിക്കാൻ പാടില്ലേ? മുടിയാ, ഇത് മരുന്ന് കുത്തിവെച്ച് പെരിയ കോഴിയല്ല. വീട്ടിൽ ഇവിടെയൊക്കെ വിളവും പറമ്പിലൊക്കെ കൊത്തി പറക്കി തിന്ന് നല്ല സൂപ്പർ കോഴിയാണ്. അണ്ട് വീർത്തിരിക്കണണ്ടാ കണ്ടാ? ഇത് തേങ്ങയൊക്കെ വറുത്തരച്ച് മുളകിട്ട് വച്ചോണ്ടല്ലോ, എങ്ങനെ ഇരിക്കാന്നറിയാ? അടിപൊളിയായിരിക്കും. അച്ഛാ, ഇങ്ങനെ വിളിച്ചാ കോഴി വരൂ? പിന്നെ എങ്ങനെ വിളിക്കണം? തീറ്റ കൊടുക്കുന്ന ഉടമസ്ഥനാണെന്ന് കോഴിക്ക് നന്നായിട്ട് അറിയാം. വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. നിന്നൊക്കെ പോലെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണ എന്നെ നല്ലത് കേട്ടാ. അപ്പൊ അത്ര അനുസരണമുള്ള കോഴിയാണെങ്കിൽ പേര് കാണൂല, പേര് വിളിച്ചോ. നാളെ പേര് നോക്കിയാ പേരിടാടാ. കളവ കേശു കോഴി പേരിടാ. പോവേ, നിന്നാണ് ഞാൻ അറിഞ്ഞില്ല. അണിഞ്ഞില്ല ഇങ്ങനെ. ഇത് വേണമെങ്കിൽ പോട്ടടാ, എന്റെ അപ്പം കോഴിയെ ഞാൻ കൊണ്ടുവരും. പിന്നെ ശരിക്കും മക്കളെ, അപ്പൂനെ നിനക്ക് അറിഞ്ഞൂടാ. അപ്പൂപ്പൻ കോഴി പിടിക്കാൻ പുലിയാണ്. കുറുക്കനല്ല കോഴി പിടിക്കണ, പുലിയല്ലല്ലേ? എടാ അതല്ല, അപ്പൂപ്പൻ കോഴി പിടിക്കാൻ വിദഗ്ധനാണെന്ന്. അത് ആരിനാണെന്ന് ചോദിച്ചാൽ മതി. കാടശങ്കരനെ പറ്റി പറഞ്ഞു തരും. കാടേ ആ മക്കളെ, 1000 കോഴിക്ക് അരക്കാടാ. അപ്പൊ ഇങ്ങനെ ആരല്ലേ കാടയിലെങ്ങനെ? അത് തന്നെ. പോയി ഞാനൊരു കാര്യം പറയാം. കോഴിയെ ഓട്ടിച്ചിട്ട് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നില്ല, നിങ്ങൾ വീട്ടിൽ കയറി പോകല്ലേ? അല്ലെങ്കിൽ കോഴിയെ പോലെ പപ്പും പുടയും പിടിച്ച് കമ്പി കുത്തി ഗ്രില്ലടിച്ച് കളയും. അപ്പൊ കാര്യം ഞാൻ പറയാം. കോഴി പിടിപ്പോ, അങ്ങോട്ട് പോയാ അങ്ങോട്ട് പോണേ. അണഞ്ഞു വന്നേണ്. ആ സമയത്ത് പിടിയിട്ടേലുണ്ടല്ലോ, ഇപ്പൊ അടുപ്പിനും തിളച്ചന കോഴി. അച്ഛൻ നേരത്തെ ഇതുവരെ കോഴി പിടിച്ചിട്ടുണ്ടോ? എടാ പണ്ട് നെയ്യാറ്റിങ്ങരയില് ഇതാണ് നെയ്യാറ്റിങ്കര. ഇവിടെ പണ്ട് ഇവിടെ വാങ്കോഴി ഉണ്ടായിരുന്നു. ആ വാങ്കോഴി എന്ന് പറഞ്ഞാൽ സാധാരണ കോഴിയെ പോലല്ല. ഒരു എന്റെ അടുത്താണ് നിന്റെ കളി. മുൻഷിലപ്പൂപ്പനാ കിട്ടിയടാ. കിട്ടിയാ പാവാ കോഴി ഓടി തളർന്നു കേട്ടാ. അപ്പൊ ഞാൻ നടന്നത് നിനക്ക് ബുദ്ധിമുട്ടില്ലേ? നിങ്ങളെ പറ്റി തന്നെ പറഞ്ഞത്. ാണ് ഈ കളി. പറന്നു പോവില്ലേ? പിടിച്ചോണം അരിന്ന് മൊത്തം വെളിയിലാ മോളെ പോന്നേ. രണ്ട് കഷ്ണമാക്കിയിരുന്നു. ഞാൻ മാക്സിമം ശ്രമിക്കേണ്ടതിനകത്ത് തന്നെ വീഴ്ത്താൻ. എന്നെ മടിയിലാ വന്ന് വീഴണേ. മടിയിലാണോ? അപ്പൊ സൂക്ഷിച്ചോ. വേണ്ടതാ. അവൾക്കും കുറച്ച് കൊടുക്ക്, അരിയട്ടെ. കറിയാവാണ്ട് നോക്കിക്കോട്ടാ. എന്ത് ജാതിക്കേ? ജാതിക്ക കറിയാ? കറ ചിലപ്പുണ്ടാവും. തുടങ്ങിയല്ലോ, ഡ്യൂട്ടി തുടങ്ങിയല്ലോ സുരേന്ദ്രന്റെ. എപ്പാ നോക്കിയാലും 5 ഇത് വിളിച്ചിട്ട് സമാധാനം കിട്ടില്ല. എന്തായാലും ചേച്ചിയുടെ ബാലുവണ്ണന്റെ നീലുവിളിയിൽ അത്രയും പറ്റില്ല. ചേട്ടന്റെ 5 വിളി എന്തോ അത് പറഞ്ഞപ്പോ ടർച്ച വന്നല്ലോ. ഭർത്താവിനെ പറഞ്ഞപ്പോ വരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാനൊന്നുമില്ല ചേച്ചി. എടാ നിന്നോട് പറഞ്ഞ അവിടുത്തെ മറ്റു സാധനങ്ങൾ കഴിഞ്ഞിട്ട് ദിവസം എത്രയും നിന്നോട് എത്ര പ്രാവശ്യം കൊണ്ടുവരാൻ പറയണേ? എന്തെങ്കിലും കൊണ്ടുവരുമോ? എന്റെ ചേട്ടത്തി ആ കടയിലേക്കില്ലേ പയ്യൻ, അവൻ ലീവ്. അതുകൊണ്ട് എന്തുമാത്രം കഷ്ടമെന്ന് പറയാം. ഞാൻ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെടുന്നത്. അവൻ നാളെ ആയിട്ട് വരും, അപ്പോഴേ കൊണ്ടുവരാം. അവൻ ലീവ് കഴിഞ്ഞ് വന്നിട്ട് ഇവരുടെ വീട്ടിൽ അരി വെച്ചാ മതിയാ? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സാധനങ്ങൾ അവിടെ എത്തില്ലെങ്കിലേ ചേട്ടൻ ഇവിടെ എത്തുട്ടാ. അയ്യോ, ഇതിന് അതിന്റെ പേരും പറഞ്ഞ ഇവിടെ ആരും പറഞ്ഞ ഞാൻ വൈകുന്നേരം എത്തിക്കാം. ഒരു ആട്ടോ പിടിച്ചെങ്കിലും ഞാൻ എത്തിച്ചോളാം. എത്തിയാ നല്ലത്. എത്ര നാളായിട്ട് ഞാൻ പറയണു എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന്. അതൊക്കെ ബാലുണ്ണനെ കണ്ട് പഠിക്കണം.
ശരി ഏട്ടാ, കുടുംബക്കാർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ഞങ്ങളുടെ അച്ഛൻ കണ്ട വേറെ ആരും ഉള്ളൂ. വാടകയ്ക്ക് കാറ് വിളിച്ചിട്ടാ എല്ലാവരും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണേ. അത് ശരിയാ, ഇവരെ സംബന്ധിച്ചിട്ട് ആള് നല്ല തന്നെയാണ്. എന്താ പറഞ്ഞേ? എല്ലാവർക്കും ഓരോ തിരക്കില്ലേ മക്കളെ, അതാ. അമ്മ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ സ്നേഹം എന്നൊക്കെ പറയണുണ്ടല്ലോ, എല്ലാവരും മനസ്സിലൊന്നും ഉണ്ടാവൂല. സ്നേഹത്തിന്റെ കാര്യത്തില് ഞങ്ങള് കോടീശ്വരന്മാരാ. കണ്ടാടി നീ കേട്ടുപടി കണ്ടാ ഭർത്താവിനെ ആരും കുറ്റം പറഞ്ഞ കൂടെ പറയണ കേട്ടാ. അത് പിന്നെ ഭാര്യ കയറി അത് പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കുക? അതുമല്ല അമ്മ, അങ്ങനെയല്ലേ സ്വഭാവം? നമ്മളെ ജോലിയൊന്നും ഇവിടെ ആർക്കും അറിയണ്ട, നമ്മളെ തിരക്കും കാര്യങ്ങളൊന്നും അറിയണ്ട. നമുക്ക് എന്തുമാത്രം തിരക്കുണ്ടെന്ന് ഇവർക്ക് പോലും അറിയാമോ? എന്റെ കട അത്ര തിരക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം. നീ ആ കടയിലിരിക്കുന്ന ചെറുക്കനെ ഏൽപ്പിച്ചിട്ടല്ലേ എറണാകുളത്ത് ബാലുന്റെ വീട്ടിൽ പോയി മാസങ്ങൾ. അല്ലെങ്കിലും വീട്ടിലേക്ക് വരാനാ സമയം ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലായിടത്തേക്ക് എത്തും. അവളെ ഒന്ന് വീട്ടിൽ കൊണ്ട് ബാക്കിയാ നിനക്ക് എന്താ? എന്താ സബോള കണ്ണീന്ന് വെള്ളം വരുന്നത് അമ്മ. മാറ്റി വെച്ച് അണ്ണൻ വരും അറിയാൻ പറഞ്ഞാൽ അമ്മ. അപ്പഴേക്കും വിഷയം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ, ഇവര് രണ്ടുപേരും എന്താ ഇത്ര നാളായിട്ട് ഈ തൃശ്ശൂർ സ്ലാങ് പോവാത്തെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വർഷങ്ങളായി വന്നിട്ട്, എന്നിട്ടും രണ്ടുപേരും എന്തുട്ടിന് കാട്ടണേ ഇതിൽ പോണില്ല. പറയണേ ഞങ്ങള് രണ്ടുപേരും തമ്മിലല്ലേ സംസാരിച്ചോണ്ട്, വേറെ ആരോട് സംസാരിക്കില്ലല്ലോ. ഞങ്ങള് പഠിച്ച ഭാഷ, ഞങ്ങള് ജനിച്ചതാണല്ലേ തൃശ്ശൂര്, അതുകൊണ്ടല്ലേ. ഇപ്പൊ താമസിക്കുന്നത് തൃശ്ശൂരല്ലല്ലോ, ഇങ്ങനെയല്ലേ? നീ വന്നിട്ട് വർഷം എത്രയായി? എന്ത് ചെയ്യാമ്മ, മാറാൻ പറ്റണ്ടേ? ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ കുറച്ച് മുന്നേ ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ അമ്മ സംസാരിക്കുന്നത് തൃശ്ശൂർ സ്ലാങ്ങിലാ. ഞാൻ ഇവരെ കളിയാക്കി പറഞ്ഞതാ, അല്ലാണ്ട് എന്റെ തൃശ്ശൂർ സ്ലാങ്. അല്ലെങ്കിൽ ഇപ്പൊ കുറ്റം പറയാൻ മാത്രം തൃശ്ശൂർക്കാരെത്ര കുറ്റം പറയരുത്. കുറ്റല്ല പറഞ്ഞത്, വർഷങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെയായിട്ട് ഇവിടത്തെ ഒരു വാക്ക്. എങ്ങനെ ഭർത്താക്കന്മാര് ഭാര്യയോട് സംസാരിച്ചാലല്ലേ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ സ്ലാങ് വരുള്ളൂ. നീയൊക്കെ ആണ്ടിലും കൊല്ലത്തിലാണ് ഭാര്യയുടെ മോൻ തന്നെ കാണുന്നത്. കേട്ടോ 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 എന്തായാലും ഞാൻ പറയട്ടെ, അവളെ ഒരാഴ്ച കൊണ്ട് നിർത്താം കേട്ടല്ലേ? മകളെ നീ അവൾക്ക് വിശകൻ നീ കൊണ്ട് അമ്മ എടുത്തോ. ചെന്തറ ശങ്കരനെ വിളിച്ച് മുമ്പ് നിർത്തിയിട്ട് ആ കോഴിയെ പിടിച്ച് തട്ടി അടുപ്പിക്കാനകത്ത് കയറണം കേട്ടാ. അവനവളെ കുഞ്ഞമ്മ ഏതാ വളവാരം പറഞ്ഞു. കുഞ്ഞമ്മ കുഞ്ഞമ്മ എപ്പോ വന്നു? നീ എന്നെ കണ്ടിട്ടല്ലേടാ ഓടിയത്? അല്ല ഞാൻ കുഞ്ഞമ്മ വന്ന് വരാം. നീ എന്നെ കുഞ്ഞമ്മ വന്ന് വരാം, ഞാൻ അമ്മ അറിയിക്കാൻ വേണ്ടി ഓടിയാണ്. അമ്മച്ചാണ് ദൈവത്തിനാണ് എന്നെ. നീ ഒന്നും പറയണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട. നീ എന്നെ കണ്ടിട്ട് തന്നെ ഓടിയത്. ദൈവത്തിനാണ് മുടുപ്പരണ്ട അമ്മച്ചാണ് എന്നെ. കുഞ്ഞമ്മയാണ് സത്യം. കുഞ്ഞമ്മ വന്ന് വരാം, ഞാൻ അമ്മ അറിയിക്കാൻ വേണ്ടി ഓടിയാണ്. ഇതാണ് ഈ കുഞ്ഞമ്മയുടെ കാര്യം ഇല്ലേ? ഞാൻ ഇപ്പോഴും കുഞ്ഞമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കുഞ്ഞമ്മ കണ്ടിട്ട് ഒരുപാട് നാളായി. അയ്യോ കുഞ്ഞമ്മ ഈ വഴിക്കൊന്നും വരണില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ അമ്മൂമ്മയല്ല അച്ഛന്റെ കുഞ്ഞമ്മ പറഞ്ഞു. എടാ നീ എന്താടാ ഞങ്ങളെ കാണാൻ അങ്ങോട്ട് വരാത്ത? ഞങ്ങളെ കാണാൻ അങ്ങോട്ട് വരാത്ത എന്തെന്ന്? നീ ഇവിടെ വരാറുണ്ടല്ലോ. അവിടെ രണ്ടെണ്ണം നിനക്ക് ഒരു കുഞ്ഞമ്മയുടെ കൊച്ചനോടോ നീ വിചാരിക്കാറുണ്ടോ? അങ്ങോട്ട് വരാറുണ്ടോടാ നീ? കുഞ്ഞമ്മ ഇവിടെ വന്ന് അമ്മ അച്ഛനും കാണാൻ സമയം പോലുമില്ല. അപ്പൊ തന്നെ എനിക്ക് എറണാകുളത്ത് പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് ഓടും. അല്ലെങ്കിൽ കുഞ്ഞമ്മ കാണാൻ വരൂലേ? പെട്ടെന്ന് തിരിച്ചു പോയിട്ട് അവിടെ എന്തോ ചെയ്യാൻ? നിനക്ക് വല്ല പണിയും വേറെ വല്ല പണിയുണ്ടോ അവിടെ? വെറുതെ കുത്തിയിരിക്കാൻ. ഇതാണ് കുഴപ്പം. എല്ലാരും വിചാരം ഭാര്യ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്നതാണ്. എന്റെ കുഞ്ഞമ്മയ്ക്ക് അറിയാമോ? കണ്ട ഈ 5 എണ്ണം മറ്റുള്ളൊരു കൊച്ചു പാപ്പനെ ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ. ഇവനൊക്കെ രാവിലെ അടിച്ച് എഴുപ്പിക്കാൻ പറഞ്ഞ പാട് ദിവസം പല്ലി വെച്ച് കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് ഓരോ നമ്മുടെ സ്കൂളിലും പറഞ്ഞു വെച്ച് ഓഫീസിലും പറഞ്ഞു വെച്ച്. പിന്നെ ഈ ചേർക്കനെ കണ്ടല്ലേ വളർന്ന് കമ്പാൻ കഴിഞ്ഞ് കിടക്കുകയാണ്. പഠിപ്പിച്ച് എത്ര BA MA ഒക്കെ പഠിപ്പിച്ച് നിർത്തിയിട്ട് ജോലിക്കും പോകില്ല, കൂലിക്കും പോകില്ല. വെറുതെ വീട്ടിൽ മുടി വളച്ച് വീട്ടിലടിച്ച് കിടക്കുകയാണ്. കുഞ്ഞമ്മേനെ കൊന്നളഞ്ഞ അവനെ അറിയാം. പിന്നെ എനിക്ക് ഇളയെ കൊച്ചിന് പാൽ കൊടുക്കണം. അപ്പൊ അതൊക്കെ ഇത്രയും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കല്ലോ, കുഞ്ഞമ്മയ്ക്ക് അറിയാലോ. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ കുഞ്ഞമ്മയെ വെച്ചിട്ട് എങ്ങനെ കാണാൻ പറ്റും? പറയാം. നിർത്ത ഒരിക്കലെങ്കിലും നീ അങ്ങോട്ടൊന്നും ഫോൺ വിളിച്ചിട്ട് കുഞ്ഞമ്മ കൊച്ചാ സുഖമായിരിക്കണം എന്നാ നീ ചോദിക്കാറുണ്ടോടാ? ഉണ്ടോടാ? അവന്റെ ഒരു സ്നേഹം കാണുമ്പോ മാത്രം ഒരു സ്നേഹം. കുഞ്ഞമ്മ അത് കുഞ്ഞമ്മ വേണ്ട. ഈ നെയ്യാറ്റിങ്ങനെ അടുക്കളയിൽ തിന്നതിനേക്കാൾ കൂടുതൽ നീ അമ്മന്റെ വിലയിൽ അടുക്കളയിൽ നല്ലടാ തിന്നത്. എന്നാടാ പോത്തുപോലെ വളർന്നിട്ട് അവനിപ്പോ കുഞ്ഞമ്മ വേണ്ട. എടേ അത് കാര്യം ഞാൻ അമരോളെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ വേറെ കത്തി വശക്കും. അപ്പൊ അവിടുന്ന് വലിച്ചു വാരി തിന്നും. ഇതാണ് നടന്നത്. ശാര ചേച്ചിയാണ് പറ്റതെങ്കിലും വളർത്തിയത് ഊട്ടിയത് ഉറക്കിയതും ഒക്കെ ഈ കുഞ്ഞമ്മയാണ്. എന്നിട്ട് ഇപ്പൊ ഈ കുഞ്ഞമ്മ എങ്ങനെ ഇരിക്കണത്? പോത്ത് പോലെ വളർന്നു. ഈ കുഞ്ഞമ്മ എങ്ങനെ ഇരിക്കണമെന്ന് അവന് നോക്കണ്ട, അന്വേഷിക്കാൻ വേണ്ട. എന്തൊക്കെ പറയണത്? എനിക്കൊരു കാര്യം അറിയണം. നീ എന്താ അങ്ങോട്ട് എന്നെ കാണാൻ വരാത്തത്? നീലു പറഞ്ഞാ വരണ്ടെന്ന്. അങ്ങനെ ആണെങ്കിൽ അതിലൊരു ഇതുണ്ട് സംഭവം. പറഞ്ഞിട്ട് തന്നെയാണ്
അത് തന്നെ എനിക്കറിയാം. നീ ഇല്ലാതെ പുക ഉണ്ടാവില്ലല്ലോ. എന്റെ പൊന്നമ്മ ഉള്ളപ്പോ ഊതി ആള് കത്തിച്ച് തീ ഉണ്ടാക്കല്ലേ. അയ്യേ തന്തേനെ പോലെ തന്നെ കഷ്ടം. വാ വാ കൊച്ചച്ഛൻ എങ്ങനെയുണ്ട്? ആ കൊച്ചന് നീ എന്നെ കൊണ്ടൊന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം നീ അറിയാം. ആ ഇല്ല 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 അയ്യോ ശേഷു രഹസ്യ മാങ്ങണം. ഏത് വാങ്ങാ? മൂണ്ടാവൻ. മൂണ്ടാവനോ? എടാ മൂവാണ്ടൻ. ആ മൂവാണ്ടൻ ഇപ്രാവശ്യം കായ്ക്കുമ്പോഴേ കൂടെ ചിരിക്കല്ലേ. അവിടെ പോയപ്പോ തൊട്ട് കുട്ടന്മാരെ മൊത്തം പാറവിടെ എത്തിക്കണേ. പാറമട മാങ്ങയുണ്ടല്ലോടാ. അത് കൊള്ളൂല. പൊളി പൊളി പൊളി. ചെറുതാണല്ലോ. എന്തൊന്നും ഉണ്ടായിരിക്കണത്? നല്ല ഊണായിരുന്നു അല്ലേ കോഴിക്കറിയെ കൂട്ടി? ഓ വലിയ കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞമ്മ എന്താ വരാന്ന് പറഞ്ഞിട്ട് വരാത്തെ അങ്ങോട്ട്? അന്ന് ഞാൻ എറണാകുളത്ത് വന്നില്ലേ മോളെ കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ എന്റെ കൂടെ വരാനിരുന്നതാ. ഞാൻ ഇറങ്ങാൻ നേരം അവള് കാലി മാറി. ആര് വരുന്നത്? ആരെണ്ണ എനിക്ക് അറിഞ്ഞൂടാ. ആര്? എന്താ മോനെ പ്രശ്നം? അച്ഛാ ഞാൻ നിക്കണ അപ്പൂപ്പന നമ്മുടെ കോയിനെ പിടിച്ചോണ്ട് പോയി. അയ്യോ നമ്മളെ കോഴിയില്ലേ ഞാൻ പിടിച്ചത്? എടോ താൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കോഴിനെ പിടിച്ചോണ്ട് പോയോ? ഇവിടെ നീ പറഞ്ഞില്ലേ നമ്മളെ കോഴിനെ പിടിക്കാൻ? നമ്മളെ കോഴിയാണ്. നിങ്ങളെ വീട്ടിലെ കോഴിയല്ല, നമ്മളെ വീട്ടിലെ കോഴിയല്ലേ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നമ്മുടെ കോഴി അപ്പുറത്ത് നിക്കുന്നു, പിന്നെ ഇവിടെ കോഴിയിറച്ചി എങ്ങനെയാ? എന്റെ ദൈവമേ, എന്തോന്നാണ് ഇത്? നമ്മളെ കോഴിയാണ് പിടിയെന്ന് പറഞ്ഞു. ഞാൻ പിടിച്ച് നിനക്ക് ഇവിടുത്തെ കോഴിയെ കണ്ട തിരിച്ചറിയത്തില്ല. രണ്ടു കോഴി ഒരുപോലെ ഇരിക്കണമ്മ. ബെസ്റ്റ്. അവന് സ്വന്തക്കാരെയും ബന്ധുക്കാരെയും കണ്ടാ പോലും തിരിച്ചറിഞ്ഞൂടാ, പിന്നെയാണ് കോഴി. എന്തൊരു നാണക്കേടാ. എന്റെ വീട്ടിലെ കോഴിനെ പിടിച്ചോണ്ടാ നിങ്ങൾ കറി വെച്ച് കഴിച്ചു അറിയാവോ? പക്ഷെ നല്ല കോഴിയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, എന്തായിരുന്നാലും ഇവിടെ വന്ന് നല്ല രീതിയിൽ ആഹാരം കഴിച്ച് നല്ല ജസ്റ്റ് നാടൻ കോഴിയായിരുന്നു. താങ്ക്സ്. അപ്പോഴേ എന്താ പൈസ കൊടുത്തേക്കാം. എന്തായാലും നമ്മൾ അമ്മയെ വിട്ട് കൊടുപ്പിക്കണം, മോശമാണ്. കൊടുപ്പിക്കാം. നീലു ആ പൈസ കൊടുത്തിട്ട് എത്ര കിലോയ്ക്ക് 100 രൂപ? എത്ര കിലോയ്ക്ക്? 180 രൂപ. ബ്രോയിലർ കോഴി കിലോയ്ക്ക് 120 രൂപ. 180 രൂപ വെച്ചാൽ ഞാൻ 180 രൂപ വെച്ച് 2.5 കിലോ കൊടുത്തരാം. 2.5 കിലോ 3 കിലോ 3 കിലോ കോഴി. പപ്പും കൂടെ 1/2 കിലോ. പപ്പും കൂടേക്ക് പൈസ വേണോ? പപ്പും കൂടേക്കും പൈസ ചോദിക്കും ചിലപ്പോ. 3 കിലോയുടെ പൈസ എനിക്ക് തന്നെ. എന്റെ ദൈവമേ, ഇതറിയെങ്കിൽ 5-6 കിലോ കോഴി ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നല്ലോ. കുട്ടമ്പിള്ളി കോഴി കച്ചവടം അവിടെ. കുട്ടമ്പിള്ളക്ക് കോഴി കച്ചവടം എന്ത് വെച്ചോട്ടോ ആയിക്കോട്ടെ. അമ്മ ആ പൈസ കൊടുത്തരാം. മോള് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. വേണ്ട ഞാൻ കൊടുത്തോളാം, ഇത് പതിവാ. കോഴീനെ പിടിക്കാൻ എത്ര രൂപ വേണം? വേണ്ട, 180 രൂപ വെച്ച് എനിക്ക് തന്നെ. 3 കിലോയുടെ പൈസ എനിക്ക് എത്തിക്കാം. അല്ല കൊടുക്കാം. കോഴിയെ പോലെ കയറി ഓട്ടിച്ചിട്ട് പിടിക്കണം. ഞാൻ കയറി പിടിച്ചോണ്ടത് എന്റെ പടലിൽ വെക്കല്ലേ പടത്തിലാകുന്നുണ്ടോ? പിടിയെണ്ണ പിടിയെണ്ണ 540 രൂപ കോഴി തിന്നതിന്റെ പൈസ കൊടുക്കും. തരണം. ഞാൻ തരാം. അവിടെ എത്തുമ്പോ തരണം. തരാം. നീ അണ്ണനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. നിങ്ങൾ എവിടെ ചെന്നാലും ഈ പ്രശ്നമാണല്ലോ. നീയല്ലേ പറഞ്ഞു പിടിക്കും കുറുക്കറാണ്. രസമായിട്ട് കോഴിയെ പിടിക്കണ കാര്യം നീ പറഞ്ഞു വെച്ചിട്ട് എന്നെ അവസാനം കൊച്ചാക്കട. കണ്ടവന്റെ കോഴിയെ പിടിക്കാൻ പറഞ്ഞതും പോരാ. പോയി പോയാ അടി അടി കിട്ടാതെ വാങ്ങിക്കോ. കയറി വേണം. കണ്ടവന്റെ കോഴിയും പിടിച്ചിട്ട് 4-5 പീസ് 2 കാലും അകത്താക്കിയിട്ടാണ് സംസാരിക്കുന്നത്. വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമ്മളിവിടെ വന്നത് ചിറ്റപ്പനെ സഹായിക്കാനാണ്, അല്ലാണ്ട് മുടിപ്പിക്കാനല്ല. ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സാധനം എടുത്ത് കഴിക്കാനുള്ള ലൈസൻസ് എനിക്ക് ചിറ്റപ്പൻ തന്നിട്ടുണ്ട്. ചിറ്റപ്പൻ നിനക്ക് ലൈസൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് നീ ഇത് ദുരുപയോഗിക്കാൻ നോക്കരുത്. പിന്നെ എന്റെ ശരീരത്തിന്റെ കാര്യം പിന്നെ ഞാൻ എല്ലാത്തിനും നോക്കൂടി. വെറുതെ അല്ലേ ഇവിടെ ഒന്നും തിരിച്ചു വരാത്തെ? 24 മണിക്കൂർ നിന്നില്ലേ പണി? പൊടി പൊടി നല്ല ശരീരത്തിൽ കണ്ണുനോക്കല്ലോ കുട്ടി. ഓ പോടാ. ഈ പറ്റുകാശൊക്കെ ചിറ്റപ്പൻ എന്ന് തിരിച്ചു മേടിച്ചെടുക്കും. എന്തോരം നോക്കിയേ പറ്റി കൊടുക്കാനായി ചിറ്റപ്പൻ വാങ്ങും. എന്തേ കഴിക്കാൻ പ്ലാൻ ഉണ്ടാ? നീ ആയതുകൊണ്ടേ ഒരുപാട് പേര് വന്നാ ഇല്ലേട്ടപ്പ ആരും വന്നില്ല. അപ്പൊ സാധനങ്ങളൊന്നും പോയില്ലേ? പിന്നെ പോയി കുറച്ച് ഉണക്കമുന്തിരി കശുവണ്ടിയും പോയി. ആണാ? കല്യാണ പാർട്ടിക്കാരൊന്നും വാങ്ങിച്ചോണ്ട് കല്യാണ പാർട്ടിക്കാരൊന്നുമല്ല, നമ്മുടെ കേശിന്റെ വയറ്റിലേക്കല്ലേ പോയേ. ആണാ? അവൻ കഴിക്കട്ടെ മക്കളെ, നീ കഴിച്ചോട്ടോ മക്കളെ. അല്ല ഇതിപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയാ? ആളെ വിളിക്കണ്ടേ? ഇതൊക്കെ എടുത്തു വെക്കണ്ടേ?
അതിന് ആള് വിളിക്കണം എന്തിനാ അതേ മരം പോലെ ചേട്ടൻ ഇവിടെ നിൽക്കുമല്ലോ ചേട്ടൻ നല്ലോട്ട് വെച്ച് കൊടുക്ക്. അത് ശരിയാണ് കേട്ടാ. യവനാകുമ്പോഴേ ഈ ചുമ്മാടിന്റെ ആവശ്യമില്ല. മുടി ഇങ്ങനെ തഴച്ച് വളർന്ന് നടക്കല്ലേ. ചേട്ടന്റെ മുടി കൊണ്ട് എന്തായാലും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. ഞാൻ നോക്കൂല. ഇങ്ങോട്ട് വാടാ. ഞാനില്ല. എന്തോന്ന് കേട്ടാ സഹായിക്കും. ഇങ്ങോട്ട് വാ. പിടിയാണ്ട്. ഇത് എത്ര കിലോ ഉണ്ട്? കൊണ്ടുവാടാ. കമോൺ. ചേട്ടാ വാ 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 വാ. സൂക്ഷിച്ചേ. വാ ഇങ്ങോട്ട്. ചെപ്പാ. ഇതൊക്കെ നീ എന്തൊക്കെ കഷ്ടപ്പെടാൻ നോക്ക് തൂക്കിയെടുക്കാൻ എങ്ങനെയാണെന്ന് നോക്ക്. അതെടുത്ത് തല വെക്ക് പോ. വേണ്ട വേണ്ട ഇത്രേ ഉള്ളൂ. താഴത്തുള്ളൂ. പെട്ടെന്ന് അടുക്കേ. ഇത്രേ ഉള്ളോ? ഇല്ലല്ലേ ഞാൻ തേങ്ങ മുടിയല്ലോ. എന്താ അതെടുത്ത് തല വെക്കടാ നീ. അതെടുത്ത് തല. വല്ലപ്പോഴല്ലേ പണിയെടുക്കണം പണിയെടുക്ക്. നല്ല നിങ്ങൾ നല്ല പണി എടുക്കണ്ടല്ലോ. അയച്ചിട്ട് അങ്ങോട്ട് പിടിക്കാം. വാ അറ്റത്തോട്ട്. ഓ നീ എടുത്ത് കഴിയുടെ ആവശ്യമുള്ളത് വില കൂടാതെ. അനങ്ങാണ്ട് ഇക്കടാ ചെറുക്ക. അത് കൂടും. എടുത്ത് കഴിച്ചോ. ശാരേച്ചിയായി എന്താടി എന്താ ഇങ്ങോട്ടിരിക്കും. ആ അല്ലേ ചേച്ചി എന്തിനാ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കണത്? തണ്ടും തടിയുള്ള 2-3 മരുമക്കളില്ലേ, അതുങ്ങളോട് ചെയ്യാൻ പറ. അതുങ്ങൾ ചെയ്യുമായിരുന്നു. ഞാനിപ്പോ ചെന്നെല്ലാം ഒന്ന് ഒതുക്കി വെച്ചതാ. വിരുന്നുകാരില്ലേ ഇപ്പൊ ഇന്നെന്താ സ്പെഷ്യല്? വിരുന്നുകാരോ? എന്റെ മക്കളോ? ഒരുപാട് വിരുന്നുകാരാണ്. അല്ല അങ്ങനെയല്ല, അവര് കൊറേ നാൾ കൂടിയിട്ട് വരുമല്ലേ, അപ്പൊ ഇന്നെന്താ സ്പെഷ്യലും ചോദിക്കായിരുന്നു. എന്തെങ്കിലും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് ശരി. കുഞ്ഞമ്മ ചായ കുടിച്ചായിരുന്നോ? ഞാൻ ചായ കുടിച്ചു. നിന്നെ പറ്റി പറഞ്ഞ് ഇപ്പൊ നാക്ക് വായിലിട്ടതേ ഉള്ളു. ആണോ? ഞാൻ കേട്ടായിരുന്നു പറഞ്ഞത് എന്താന്ന്. മക്കളെ നീ വല്ലതും കഴിച്ച? പിന്നെ ഞാൻ കഴിച്ച്. മക്കളെ നീ കഴിച്ച? മക്കളും കഴിച്ച്. അല്ല ഇപ്പൊ എന്തിനിങ്ങോട്ട് വന്നത് എല്ലാരും കൂടെ? എന്തോന്ന് കുഞ്ഞമ്മ? ഇവിടെ കാണാറില്ലല്ലോ, അങ്ങനെ വരാറില്ലല്ലോ. അത് നമ്മളിവിടുത്തെ അമ്പലത്തിൽ ഒരു വഴിപാടുണ്ടായിരുന്നു പാർക്കുട്ടിക്ക്, അത് കഴിപ്പിക്കണായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ വന്നിട്ട് പോവാന്ന് ബാലു പറഞ്ഞു. ശരി 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 ശരി. പിന്നെ അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് അടുക്കളയിലോട്ട് പോട്ടെ. നമുക്കിവിടെ ഈ പണിയെടുക്കാതിരുന്ന ശീലമൊന്നും ഇല്ലല്ലോ, നമുക്ക് എവിടെ പോയാലും പണിയെടുപ്പല് തന്നെയാണ്. അപ്പൊ ഞാൻ പോണേ. പിന്നെ നീ പാറക്കുട്ടി ഒഴിഞ്ഞിട്ടോണേ. നിറയെ കണ്ണു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി അവസാനം ഇവക്ക് വല്ല അസുഖം വന്നാൽ ഞാൻ കണ്ണു വെച്ചാണെന്ന് പറയരുത് കേട്ടോ. ബാലുവേ, അവന്റെ അടുത്ത് പറഞ്ഞാലും കേൾക്കൂല. ഒരു കാര്യം പറഞ്ഞ അവൻ കേൾക്കില്ല. എല്ലാ കുടുംബത്തിലും ഉണ്ടല്ലോ ഇങ്ങനെ ഓരോന്ന്. അവള് പാവുക. കുഞ്ഞമ്മ പാവ വരുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. മനസ്സിലൊന്നും ഇരിക്കില്ല, അത്രേ ഉള്ളൂ. അല്ല അമ്മ? അതെ. തത്തമ്മേ തത്തമ്മേ തത്തേ. ഇതാരാ ചോദിച്ചേ? ഇതാരൊക്കെയാ ചോദിച്ചേ? എന്തൊരു ഇതാരൊക്കെയാന്ന് അറിയോ മക്കൾക്ക്? എന്ത് പാറക്കുട്ടി അറിയോ? കൊച്ചിനെ വല്ലപ്പോഴൊക്കെ കാണാൻ വരാം. അതെ. ചേട്ടൻ വരുന്നുണ്ടല്ലോ, ചേട്ടൻ വരുന്നുണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക്. നിങ്ങളാരും വരണില്ലല്ലോ അങ്ങോട്ട്. ഇല്ലേ പാർക്കുട്ടി? ശങ്കര എന്തേ നീ വാ. ആര്യനാട്ടിലേക്കുള്ള ബസ്സൊന്നും ഇപ്പൊ ഇല്ലേ? അവരവളെ ബസ് പോയിട്ട് ആരുന്നാട് ബസ് പോകും. പിന്നെ ബാലു നിന്റെ അടുത്തല്ല പറഞ്ഞിരുന്ന? എന്തിനു പറയാ? അല്ല അവനെ നീലുവിനെ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ട് കൊറേ നാളായി. ഇപ്പൊ എന്തിനു വന്നത്? അതുമല്ല, അവന്റെ വീട്ടിൽ അവന് വന്നൂടെ? എന്തൊരു കഷ്ടത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അവന്റെ വീട് തന്നെ അവൻ വന്നോട്ട്. പക്ഷെ ഇപ്പൊ എന്തിനു വന്നു? എന്റെ പൊന്നു സുധേ, അതുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരാ നടക്കണം. ചെന്ന് ചോയിരിപ്പോ. എനിക്കെങ്ങും ചോദിക്കണ്ട, പെട്ടെന്ന് എന്തിനു വന്നോന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? പോയി വല്ല പണിയാ വല്ലതും ചെയ്യിപ്പോ. എന്റെ പണി ഞാൻ നോക്കിക്കോളാം. പോയി. നിന്റെ പണി നീ നോക്കിയാ മതി. എന്റെ പണി നോക്കാൻ തന്നെ ഞാൻ പോണത്. മൊത്തം തടി
5 പിള്ളേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള തടിയുണ്ട്. കൈ തരയില്ല, കെട്ടിപ്പിടിച്ചോണ്ടിരിക്കട്ടെ. നീലോ 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 ബാലുവേ, ബാലു നീലേ ഇവിടെ പോയി കിടക്കണവള്. ഒരു കാര്യം സംസാരിക്കാന്ന് പറഞ്ഞു ഇവിടെ കിടക്കൂട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു കാര്യം എടുത്ത് വെച്ചിരുന്നില്ലേ, കിളിയേറ്റ കുത്തിക്കൊണ്ട് പറഞ്ഞു. എല്ലാം ദ്രവിച്ചു പോയി. എന്റെ നീലു, അങ്ങനെ വിളിക്കാമോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ വിളിക്കും. നിന്റെ നീരോൽപ്പല മൊഴികൾ കൊണ്ട് എന്നെ നോക്കി ആദ്യ നോട്ടത്തിൽ തന്നെ എന്റെ കല്ലുപോലുള്ള ഹൃദയം ഉരുകിപ്പോയി. പിന്നെ ആ കല്ല് അതൊക്കെ എന്ത് എഴുതാൻ. നീലുവിനായി മാത്രം തുടിക്കുന്ന ഒരു ഹൃദയവുമായി എത്ര ദിവസങ്ങളായി അമ്പലനടയിലും ആൽമരച്ചൂടിലും ഞാൻ കാത്തു നിന്നറിയാമോ? നീലു, നിനക്കൊരു കാര്യം അറിയാമോ? ഇപ്പോൾ എൻ്റെ കണ്ണിൽ നിറയുന്നത് പച്ച പട്ടുപാവട ഇട്ട് എൻ്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ എന്നെ നോക്കി ചിരിക്കുന്ന നിന്റെ രൂപമാണ്. ഇപ്പോൾ എൻ്റെ കാതിൽ മുഴങ്ങുന്നത് പഞ്ചവാദ്യങ്ങളോ നാദസ്വര മേളങ്ങളോ അല്ല, നിന്റെ കൊലുസിന്റെ കിലുക്കമാണ്. അന്നൊക്കെ ഒരു കാലം. നീ വസന്തകാലം അനുരാഗ നീലവാനം ഓർത്തുവയ്ക്കുവാനടുപ്പമേറെയുള്ള ഗാനം നീ വസന്തകാലം അനുരാഗ നീലവാനം ഓർത്തുവയ്ക്കുവാനടുപ്പമേറെയുള്ള ഗാനം പൂനിലാവിൻ ചുണ്ടിൽ പതിയുന്ന സൂര്യനാളം താരകങ്ങൾ നാണമോടൊളിച്ചു നിന്ന മേഘം നിൻവിരൽ നഖങ്ങളാൽ കോരിയിട്ട ചിത്രമായി നിൽക്കയാണിതാ നിഴൽ ചിലമ്പണിഞ്ഞ രാത്രി നീ വസന്തകാലം അനുരാഗ നീലവാനം ഓർത്തുവയ്ക്കുവാനടുപ്പമേറെയുള്ള ഗാനം പുഞ്ചിരിച്ചു നിന്ന പൂക്കളെ തൊടാതെ എന്നെ ഉമ്മ വെച്ച മന്ദമാരുതൻ ദാഹമോടലഞ്ഞ ഭൂമി തൻ കവിൾ തടത്തിലോ മനിച്ചു പെയ്ത തേന്മഴ സ്വപ്നമാണിതെങ്കിലും ഉണർന്നിടേണ്ട ദേവിയുള്ള സ്വപ്നമായലിഞ്ഞു പോവതെത്ര സുന്ദരം പ്രേമമാണ് പ്രാണനിൽ തൊടുന്ന സാഗരം. എന്തു പറയണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല. ഇത്ര ഇഷ്ടം വേറെ ആരോടും എനിക്ക് തോന്നിയിട്ടുമില്ല. ഇഷ്ടമാണ് എനിക്ക് ഒരുപാട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ പോലും പറ്റില്ല. ഞാൻ തന്നെ എഴുതുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താനാകുമോ? ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണമെടുക്കാനാവുമോ? എന്തിന് കടലിലെ തിരമാലകളുടെ എണ്ണമെടുക്കാനാവുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് എൻ്റെ സ്നേഹം. അതുകൊണ്ടൊരു കള്ളി എണ്ണമറ്റ മക്കളാണ് ഞാൻ തന്നത്. ബാലുവേ, ആര് നീ ഒരുപാട് മാറി കേട്ടാ.
എനിക്ക് ആ പഴയ നീല ഇഷ്ടം, പച്ചപ്പട്ട് പാവാടയും ബ്ലൗസൊക്കെ ഇട്ട്. ആ പച്ചപ്പട്ടു അവിടെയൊക്കെ കീറിപ്പോയി പോലെ എടുത്തിരുന്നോ? ഇടണെങ്കിടാ വേറെ തയ്ച്ചാൽ മതി. എന്തോന്ന് നിങ്ങക്ക് കാണുമ്പോൾ തന്നെ ചങ്കിടിപ്പാണ്. ഇപ്പോഴും അതേ ഇടിപ്പാണ്, പേടിയുണ്ട്. മറ്റേതല്ല. ആ പടത്തൂടെ നീ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് നടന്നു വരുമ്പോഴും ഞാൻ എതിരെ വരുമ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ നീ മാറും. വെടി വെച്ചത് എന്നാ നിനക്ക് കണ്ടപ്പോ വെടിവെച്ചാൽ ചോദിക്കാൻ തോന്നുന്നില്ല. നീ വായിക്കണ പിന്നെ വായിച്ചോളാം. വായിക്കണേ. എന്തോന്ന് വെച്ചാ ഈ ചെതടിച്ച പേപ്പർ കൊണ്ടിരിക്കുന്നത്? ചെതറിച്ച പേപ്പറാ? എടാ ഇതെന്റെ ഹൃദയമാണടാ, ഹൃദയം. ഹൃദയോ? ആ ഞാൻ അമ്മയ്ക്ക് ആദ്യമായിട്ട് എഴുതിയ ലെറ്ററാണ്. എന്തേ കൊടുക്കാത്ത? എന്നിട്ട് എന്താ കൊടുക്കാത്ത? അല്ല ഫസ്റ്റ് ലവ് ലെറ്റർ അല്ലേ? എനിക്ക് കൊടുക്കാൻ എനിക്ക് അന്ന് ഈ ഉണ്ടക്കണ്ണുള്ള അവളെ കാണുമ്പോഴേ ഭയങ്കര പേടിയായിരുന്നു. പേടിയൊന്നുമില്ല. കൊടുക്ക് കൊടുക്കച്ച. അതെ ഫസ്റ്റ് ലവ് ലെറ്റർ അല്ലേ? കൊടുക്ക് കൊടു പിടി ടംബ്ലറോളെ. അയ്യോ കൊടുക്കച്ച അങ്ങട്. അമ്മ വായിരി വായിരി വായിക്കണില്ല ഇപ്പോ. പിന്നെ വായിച്ചോളാം. പിന്നെ വായിച്ചോളാം. ഓഹോ എന്നാ പിന്നെ രണ്ടുപേരോട് കത്ത് കൈമാറി മറ്റേ പഴയ നൊക്കളാച്ചിയൊക്കെ ഇറക്കിക്കൊണ്ടിരി. ഞങ്ങക്ക് വിശക്കണ്, വല്ല ഉണ്ടാക്കി തരൂ. അതെ വിശക്കണ്. വായിച്ചി. ഓ പിന്നെ വിശക്കണേ. എന്തിനാ ഇങ്ങനെ ആയി പോയത്? നിങ്ങളല്ലേ ഇങ്ങനെയല്ലേ ആവൂ. അമ്മച്ചല്ല ഞാന് ഒറ്റയ്ക്ക് വായിച്ചോളാം. മതി. ഇതുവഴി പോവാം. എന്തിന്? ഇതുവഴി പോയാൽ താഴെത്താം. ഇതുവഴി പോയാലും താഴെത്താലോ. പിന്നെ എന്തിനാ കുടിസ് റൂമിൽ കൂടി പോണ? അത് തുറക്കാത്തിറങ്ങുന്ന റൂമല്ലേ, തുറന്ന് അവിടെ അത്രയും ചെതലൊക്കെ നോക്കാം. തടിയൊക്കെ വാ മാറാലും തൂക്കാനും കോലെടുത്ത് തരാം. കൊറേ നേരമല്ലേ ഉലാത്തിക്കൊണ്ടിരിക്കണ. എന്തോന്ന് എങ്ങോട്ടോക്ക് എനക്കൊല്ല പറയാണ്ടേ പറ. കുറച്ചു നേരം നിന്റെ ഉലാത്തത് പറയാണ്ട് പറയാണ്ട് പോണം. എങ്ങോട്ടെങ്കിലും പോകണ്ട? പോവാന്നൂല്ല എന്ന് പറഞ്ഞു. വരുന്നടാ. വരുന്നേ കൊറേ നേരമായി വിളിക്കുന്നു. എന്താടാ? എന്തോന്നമ്മ ഈ ഉത്തരവാദിത്വം ഒന്നുമില്ല അമ്മയ്ക്ക്. എന്തോന്ന് ഒരു ഉത്തരവാദിത്വം അമ്മയ്ക്കില്ലേ? അയ്യോ ഒരു ഉത്തരവാദിത്തമുള്ള എന്തോ എന്ത് ഒരു കാര്യം പറയാം അമ്മ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നീ പറയണ്ട. ശൂലംകുടി വീട്ടില് പറയടാ എന്താന്ന് വെച്ചാ. ശൂലംകുടി വീട്ടിൽ ഒരു പടവടാൻ പോണം. പടവടാന്ന് പറഞ്ഞാൽ കല്യാണം. നമ്മളിവിടെയൊക്കെ പടവടാന്ന് പറഞ്ഞാൽ കല്യാണം തന്നെയാണ്. കല്യാണോ? ഇവിടെ ആരാ കല്യാണം? അച്ഛാ അതിപ്പോ എനിക്ക് നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്, പിന്നെ ആവശ്യത്തിനധികം പക്വതയൊക്കെ ശരി തന്നെ. എന്നാലും ഇപ്പൊ വേണ്ട അച്ഛൻ. എനിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്, കുറച്ചും കൂടി അടിച്ചു പൊളിച്ചിട്ടൊക്കെ മതി. ഇപ്പൊ വേണ്ട അച്ഛൻ, മാറ്റി വെക്ക്. പല മുട്ട അടിച്ച് പുള്ളിയും കുത്തി കഴുതപ്പുറത്തിരുത്തി ഈ നെയ്യാറ്റി മൊത്തം നടത്തിക്കും. എന്താടാ നിന്റെ പ്ലാൻ? നിന്റെ ഇരുന്നാ മതി. ഇതെന്റെ മോളെ കാര്യമാണ്. മോളയല്ല എന്റെ മോളെ കാര്യം. മോളെ കാര്യം എന്തിപ്പോ സംസാരിക്കേ? നമ്മളെല്ലാം ഉറപ്പിച്ച് വെച്ചിരിക്കല്ലേ അമ്മ? ആര് ഉറപ്പിച്ച്? എവിടെ ഉറപ്പിച്ച്? എവിടെ ഉറപ്പിച്ചെന്നാ? ശ്രീരാജേട്ടന്റെ മോനുമായിട്ട്. ഏത് ശ്രീരാജേട്ടൻ? ശ്രീരാജേട്ടൻ എന്റെ ബ്രദർ. അവൻ്റെ അടുത്ത് പോകാൻ പറ. അല്ല അളിയുടെ അടുത്ത് പോകാൻ പറ. അത് നീ കൊണ്ടുവന്ന ബന്ധുവല്ലേ? കല്യാണം നടക്കൂല. ആ കല്യാണം നടക്കൂല. ബന്ധുക്കളായിട്ടൊരു കല്യാണം നടക്കൂല. ബന്ധുക്കളായിട്ട് നടന്നുള്ള ഭവിഷ്യത്തെന്ന് അറിയാമോ? അയ്യോ അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരുടെ അടുത്ത് എന്തെന്ന് പറയും? നീ കൊണ്ടുവന്ന ബന്ധുവല്ലേ?
നീ എന്നെ വേണ്ടെന്ന് പറ. അമ്മ ഇത് കേട്ടമ്മ പറയണേ. എന്തൊന്ന് കേട്ടമ്മ? ഒരു അച്ഛന്റെ വേവലാതി, ഒരു അച്ഛന്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ല, അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ കല്യാണമൊക്കെ നീ തന്നെ തീരുമാനിച്ചാ മതിയോ? ഞങ്ങളാരും അറിയണ്ടേ? അമ്മയും അച്ഛനും എല്ലാരും അറിയിക്കാനാണ് ഞാൻ ഈ കുടുംബസമേതം ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ഞാൻ വെറുതെ വരുമോ? അയ്യോടാ കൊച്ചില്ലല്ലോ ഇവിടെ. നന്നായി. അല്ല, ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞമ്മ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ചെറുക്കൻ എന്തൊരു ജോലി? ചെറുക്കൻ എന്തൊന്നും ജോലി? ചെറുക്കന് വന്ന് ജോലി. ചെറുക്കന് ജോലിയൊന്നും ഇല്ലേ? നിന്നെ പോലെ വേലയും കൂലി ഇല്ലാത്ത ഒരുത്തൻ്റെ കൂടെയാണ് പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചു വിടണത്. അയ്യോ, പറഞ്ഞു വരെ നേവിയിൽ ഓഫീസറാണ് ചെറുക്കായി. ചെറുക്കന്റെ ഫോട്ടോ എടുത്തുണ്ടോ? ആദ്യം എന്റെ മോള് കണ്ടാ ഞാനിങ്ങനെ കാണു വെച്ചാ. അയ്യോ സോറി, കണ്ണകത്തോട്ട് കുഞ്ഞിരിക്കല്ലേ, ചർച്ചില്ല. എങ്ങനെയുണ്ട് വള്ളി പോകെ? എല്ലാരും കാണും, എല്ലാരും കാണും. കിഴങ്ങ ശ്രീരാന്റെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? അവളെ സഹോദരൻ ശ്രീരാജന്റെ മോനെ അമ്മ കണ്ടിട്ടുണ്ട്. എന്താ കുഴപ്പം? ഇതിനേക്കാളും 10 ഇനി അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് കയറണ്ട. ഇതെന്റെ തീരുമാനമാണ്. എന്റെ മോളെ കിട്ടുന്നത് നേവൽ ഓഫീസർ. നേവൽ ഓഫീസർ. ബാക്കിയെല്ലാം വഴി അറിഞ്ഞു. ആമരെ ത്യാജി പിടിപ്പിട്ട് ഉണ്ണിക്കൈ വളരെ വളരെ വളരെ, ഉണ്ണിക്കാൽ വളരെ വളരെ വളരെ, എല്ലാം നൂത്തി എടുക്കട്ടെ, ശരിയാക്കി എടുക്കണം. ഇതൊക്കെ അറിയോ? നിന്നൊക്കെ 4 എണ്ണത്തിന് ഞാൻ തന്നെ ഇതുപോലെ ഓരോ കാലും കൈയൊക്കെ നിവർത്തിയെടുത്ത് ശരിയാക്കി എടുത്തത്. നീയൊക്കെ 4 ശരിയായില്ല. ഇതെങ്കിലും ശരിയാവും നോക്കട്ടെ. ആരോട്ടി അങ്ങനെ ചെയ്. കടവത്ത് നിൽക്കുന്ന വീരനാര് അറിഞ്ഞൂടാ, ഇതുപോലെ പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ? ഉണ്ടായിരിക്കാം. പഞ്ചമി ചന്ദ്രൻ കഴിഞ്ഞ പോലെ. എന്താടാ എല്ലും തോന്നാറ്റ്? പട്ടിയാണ് കേട്ടാ, കടിച്ചോണ്ടോ ഇല്ലാണെന്ന് പറഞ്ഞോണ്ട് കഷ്ടം തന്നെ. എടാ നിന്റെയൊക്കെ പ്രായത്തിലെ എണ്ണ ചക്കക്കുരുവലത്തെ ബോഡിയാണ് എനിക്ക് അറിയാം. അതാണ് ആ പ്രായം. ജനറേഷൻ വേറെ, ഇത് ജനറേഷൻ വേറെ. ഇപ്പൊ ചക്കക്കുരു പോലത്തെ ആൾക്കാരല്ല പിള്ളേർക്ക് ഇഷ്ടം. ഇതുപോലെ 0 സൈസായി തലയിൽ മുടിയൊക്കെ വെച്ച് തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത തേങ്ങാപ്പിണ്ണക്കനായ അല്ലേ? അതല്ലേ കുളിക്കാത്ത നനയ്ക്കാത്ത നിന്നെ പോലെ കഴുതലാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടം അല്ലേ? അച്ഛൻ മരണി വാ. പണ്ട് ഞാൻ ഈ മുറ്റത്ത് കളിയൊക്കെ ചെയ്ത് ദേഹമൊത്ത് എണ്ണയും തേച്ച് കുളത്തിൽ കുളിച്ച് തിരിച്ച് വരണം കാത്ത് പെമ്പളര് കണ്ണിന് എണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു. തള്ളല്ല, അമ്മയുടെ ചോദിക്കണ്ട, അമ്മയുടെ ചോദിച്ചോ. മകള് എന്ത് എന്നാ ചേരമ്പാ ഈ ഐറ്റത്തിനകത്ത് അങ്ങോട്ട് മാറ്റിയെടുത്ത് എണ്ണയൊക്കെ പോണ. നമ്പർ 5 നമ്പർ 1 വാ. തേച്ചൂട് വല്ലപ്പോഴേക്ക് കുളിപ്പിച്ചില്ലെങ്കിൽ നിന്റെ തലയോട്ട് എവിടെയാടേ? കുഞ്ഞുമുണ്ട കൊടുത്ത് എന്തത് കൈ ഊരാൻ പറ്റണില്ല. ഒരുമാതിരി കണ്ടൽക്കാട്ടിൽ ആമ വിട്ടോലായിപ്പോയി. എന്റെ മക്കളെ തിരിച്ചു വരണ്ടേടാ. ഇങ്ങനെ പോയി മുടി എടുക്കണം. പല ഇങ്ങനെ മുടി എടുക്കണം. ഇത്ര ഭീകരമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. കുഞ്ഞ് തോർത്ത കൊടുത്ത് സെറ്റ് എണ്ണയൊക്കെ തേച്ച്. അയ്യോ വളയൊക്കെ പോയാ. ബാ ഈ വളതാ വള നമുക്ക് വന്നിട്ടിടാവേ. ബാ കുളിച്ചാൻ പോവാ. പണ്ടത്തെ ചക്കക്കുരു സൈസ്.
കിട്ടും. തെന്നി പോകരുതേ. പോവാം. ഓഹൈ 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 ഓഹൈ. മക്കളെ സൂക്ഷിച്ചിറങ്ങ്. ചേട്ടാ കൊച്ചിനെ പിടി. ആ പതുക്കെ പതുക്കെ പതുക്കെ. മുടിയാ അച്ഛന്റെ സ്ഥലത്തിന്റെ ഭംഗി എന്താ? ഒഴുകുന്ന പുഴകൾ, കൽപ്പടവുകൾ, ക്ഷേത്രങ്ങൾ. ഇതാണ് ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം. ഏത് പൊട്ടം വന്നിട്ട് എഴുതിപ്പോ. എന്നിട്ട് അച്ഛൻ എത്ര കവിത എഴുതി? എടാ പൊട്ടന്റെ മോനെ, നീ എഴുതിയെന്ന് നീ അമ്മൂടെ ചോദിച്ചു നോക്കുന്നു. മയിലാടുന്നു കുയിൽ പാടുന്നു വണ്ടുകൾ മുരളുന്നു മയിലാ ഒഴിച്ചു പോടാ. അച്ഛാ, അച്ഛന്റെ പാരമ്പര്യം കൊണ്ടാണ് ആയിരിക്കൂലേ ചേച്ചി ഇപ്പോഴും കവിത എഴുതുന്നത്? ലച്ചുവിന് എന്റെ പാരമ്പര്യം കിട്ടിയിട്ടൊന്നുമില്ല, എന്റെ കഴിവ് കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങാട്ടാ ഇങ്ങോട്ടാ തൊട്ട് കുറച്ച് കഴിവ് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നിനക്ക് വല്ല കലാബോധം ഉണ്ടാടാ? ഉണ്ടാ കുത്തൊഴുകൊള്ള ഇടും ചുഴിയുണ്ട് മുടിയാ. എടാ ഇവിടെ ഉള്ളവർക്ക് ഇത് ഈ ബ്രേക്ക് ഡാൻസ് ഒന്ന് അറിഞ്ഞുകൂടാ. ബാധ കയറി വിചാരിച്ചിട്ട് കമ്പഴിച്ച് നിന്റെ മണ്ട അടിച്ച് പോടുന്നതായി മര്യാദയില്ലേ. ബ്രേക്ക് ഡാൻസ്, ഹിപ്പ് ഹോപ്പ് അടിച്ചെന്നുണ്ടല്ലോ. പുഴക്ക് നല്ല ആഴം ഉണ്ടല്ലേ? ആഴം ഉണ്ടാന്നാ. എടാ പണ്ട് ഞാൻ ഇവിടെ മുക്കിലിട്ട് ഇവിടെ മുക്കിലിട്ട പൊങ്ങണെന്നറിയാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണിക്ക. ചേട്ടാ കൊച്ചിനെ പിടി. ദിവസം രാവിലെ ഞാൻ സ്കൂളിൽ പോണതിന് മുമ്പ് ഇവിടുന്ന് അക്കരെ അക്കരെ നിക്കരെ ഇക്കരെ അക്കരെ രണ്ട് സോപ്പ് വെച്ചു നീന്തി അവിടെ കൊണ്ടത് മേലെ വെച്ചിട്ട് തിരിച്ചു വിടുന്നത് ഇവിടുന്ന് മേലെ വെച്ചിട്ട് അങ്ങോട്ട് ചുട്ടും കുളിയുണ്ടേ മതിയാ. വലിയ മീൻ കാണും അടിച്ചോട്ട് പോകും കുളി. അവൻ വേണേ ഞാൻ മീൻ അടിച്ചോണ്ട് പോകും. അങ്ങനത്തെ ടീംസ് അതാണ് കറക്റ്റ്. ഇവിടെ നിനക്ക് എന്താ അമാന്തം? ചാടി ഇറങ്ങി കുളിയിടാങ്ങോട്ട്. മക്കളില്ലേ മക്കള് വാ, മക്കളെ അച്ഛൻ കുളിപ്പിക്കാം. ഓടി വാ. ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കി കണ്ടൊക്കെ കുളിക്കണം. ആഴമുള്ളതാണ്. പണ്ട് ഞാനും എന്റെ അപ്പൂനോട് ഇവിടെ എരുമയെ കുളിപ്പിക്കാൻ വന്നു. അപ്പൂപ്പ എരുമയെ കുളിപ്പിച്ചോട്ട് നിന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി അവിടെ മുങ്ങിപ്പോയി. കൈകാലൊക്കെ അടിച്ച് പൊങ്ങിയിട്ട് അപ്പൂപ്പാന്ന് വിളിക്കും. ആന്ന് മാത്രം കേൾക്കും. പൂപ്പാന്നുള്ള വെള്ളത്തിന്റെ അടിയിൽ പിന്നെ മുങ്ങി വരും. അപ്പൂപ്പ ആ പൂപ്പ വെള്ളത്തിന്റെ അടിയിൽ. അപ്പോൾ വിചാരിച്ചു ഞാൻ ആന്ന് പാട്ട് സാധനയാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നോക്കി കണ്ട് കുളി. സോപ്പോടെ ഇങ്ങോട്ട് മാറ്. ഉണ്ണിയാർച്ചയാണ്. സോപ്പോടെ സോപ്പ് 30 വർഷത്തിന് മുമ്പ് അച്ഛൻ ഇതേ സോപ്പാണ്, വെള്ള സോപ്പ്. ഇപ്പോഴും അത് ചെയ്യുന്നത് കാലങ്ങൾ മാറുന്ന അച്ഛൻ അറിയില്ല. എവിടെ അലമാര മുകളിൽ വച്ചിരുന്നതാണ്. ഇല്ല ഇവിടെ ഇല്ല, കാണൂല. ഇവിടെ ഇല്ല, കംപ്ലീറ്റ് മാറാനെ പിടിച്ച് കിടക്കുകയാണ്. വച്ചിടത്ത് കാണൂല. എന്ത് ചെയ്യുമെന്ന് പറ. അമ്മോ ആ സംഭവിച്ചെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. നമുക്ക് മാത്രം ഒന്നും ഇതുവരെ നല്ല സംഭവിച്ചിട്ടില്ല. അമ്മ ടാപ്പ് എവിടെയാ? ചെറുക്കം വന്ന മനുഷ്യന് സൂര്യൻ തെറ്റൽ. എന്താടാ ടാപ്പ് എവിടെ? ടേപ്പ് ഇവന്തിനീ ടേപ്പ് അന്വേഷിച്ച് നടക്കണേ? അമ്മ ഞാനൊരു കാര്യം പറയാം. ചെറുക്കന്റെ വീട്ടിൽ ഞാൻ എല്ലാം അറിയിച്ചു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. ടാപ്പ് എവിടെ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത വാക്ക് കൊടുക്കണേ? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചിട്ട് വേണ്ടേ പറയാൻ. ഇവിടെ ആലോചിക്കാൻ ബാലേന്ദ്രൻ തമ്പി ഉണ്ട്, ഞാൻ ആലോചിച്ചോളാം. ടാപ്പ് എവിടെ? ടേപ്പ് എന്തിനാണ് ഇപ്പൊ ഇവ ടാപ്പ് വെച്ചിട്ടാണോ കല്യാണം നടത്തണേ? ടാപ്പ് വെച്ചിട്ട് കല്യാണം ആരും നടത്തൂല. പക്ഷെ ടാപ്പ് കൊണ്ട് അളക്കണ വസ്തു കൊണ്ട് കല്യാണം നടത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ടാപ്പ് എവിടെ? വസ്തു ഒക്കെ അളന്ന് കുറിച്ചിട്ടിരിക്കുക. ഇനി ഇപ്പൊ ടേപ്പ് വേണ്ട. വസ്തു ആരും അളന്നിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, സർവേ കല്ല് മാറി കിടക്കാൻ ചോദിച്ചോ മറി. ഈ മഴയത്ത് മണ്ണൊലിപ്പ് വന്ന് കല്ല് മാറിയെന്ന് പറഞ്ഞു. പിന്നെ കുറ്റി അടിച്ചത് മാറി കിടക്കണം. നല്ലൊരു പ്ലാവ് അവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വലിയ പ്ലാവിന്റെ ഇപ്പുറത്ത് കുറ്റിയിരിക്കായിരുന്നു. ഇപ്രാവശ്യം വന്നാൽ ഇപ്പുറത്ത്. അതെങ്ങനെ പറ്റി? ടാപ്പ് അവിടെ. നീ എന്നെ ടാപ്പുണ്ടാ പാട്ട് കേൾക്കാണ്. മൊബൈലിൽ പാട്ട് കേട്ടോ. വസ്തു അടങ്ങണ ടാപ്പാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എഴുതോടത്തോട് വന്നത് ഇതൊക്കെ പോകും അവിടുന്ന്. ഇയാളെ കൊണ്ട് നാളെ ആശുപത്രി കൊണ്ടിട്ട് ചെയ്യും ചാവണം കേട്ടുവിടാ പൊട്ടാ ചങ്ങരായി. നീ പറഞ്ഞ ഞാൻ കേട്ടില്ലേ ടാപ്പാണെന്ന്. ഇന്നെണ്ണ ടേപ്പ് ആരെടുത്താ കട്ടിലിന്റെ അടിയിൽ വിടുന്നിട്ടേക്കായിരുന്നു. എവിടെ
ഞങ്ങള് കിടക്കണ റൂമിൽ ആരെ കിടക്കണ ഞങ്ങള് കിടക്കണ എവരെ കിടക്കണ കട്ടിന്റെ അടിയിൽ ഈ ടാപ്പ് കിടന്നു എടാ പിള്ളേര് കൊണ്ടിട്ടാണ് ഇത് അലമാരയുടെ മോളിരുന്ന ടാപ്പല്ലേ അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഇപ്പൊ ആരാണ് വസ്തു വളർന്നത്? ഇവിടെ ആരും വളർന്നില്ലല്ലോ. ആരും വളക്കാതെ അലമാരയുടെ മോളിരുന്ന ടാപ്പ് എങ്ങനെ എവരെ റൂമിലെത്തി? എടാ പിള്ളേര് വിട്ടാണെന്നാ പറഞ്ഞില്ലേ? എല്ലാത്തിനും കൂട്ടിക്കരുത് കേട്ടാ. എല്ലാത്തിനും കൂട്ടു. ശങ്കരണ്ണ നിങ്ങൾ ഒരറ്റത്ത് പിടി. അതുകൊണ്ട് നീ ഈ ടാപ്പും കൊണ്ട് അങ്ങോട്ട് പോകണം. ഞാൻ വസ്തു വളക്കാൻ പോകണം. നിങ്ങൾ ഒരറ്റത്ത് പിടിക്കാം. വസ്തു വളക്കാൻ പോവാം. വസ്തു വളക്കാൻ പോകണം. അല്ലേ പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. ഞാൻ ഇതാ പറഞ്ഞു മുക്കുവരെ പോയിട്ട് വരട്ടെ. ഇതാ പറഞ്ഞേ നിനക്ക് ഒപ്പം നോക്കിയാൽ മറ്റേ താനെ തന്നെ തല്ലിയുള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഒരു ക്വാർട്ടർ എടുത്ത് കൊടുത്തതാ എന്റെ പറയുന്നത് പട്ടിയെ പോലെ പറഞ്ഞ ആളാണ്. ഓ അത് പണ്ട് ടാപ്പ് മക്കളെ വാ നമുക്ക് ഇളകാൻ പോവാം. ഞാൻ വിചാരിച്ച എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രമേ അളവുള്ളത്. ഇവിടെ വന്നാലും ഇത് തന്നെയല്ലേ? എവന്റെ സ്വഭാവം ഇത് തന്നെ. നീ ആ പിള്ളേരെ കൊണ്ട് വെയിലത്ത് പോകാൻ എനിക്ക് മോളിൽ പോകുമ്പോ കൊണ്ടുപോകാനല്ലേ. ഒന്ന് രണ്ടും അല്ല. ഒന്ന് ഉറങ്ങുന്നു. ചെല്ലി പോ 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 വരിയായിട്ട് പോ. നോക്കണേ അതൊരു മാറാത്ത അസുഖമാണ്. വലിയ പാടാ അത് മാറാൻ. ആ നീ പുണ്ണാക്ക് വളർന്നോണ്ടി നോക്ക്. അവിടെ ആമ്പിളര് ടാപ്പ് വെച്ച് വസ്തു വളക്കായിരുന്നു. വസ്തു വളക്കണ ബാലു അവിടെ വസ്തു വളക്കണ്ട. അതങ്ങനെ അളക്കാം. ഞാൻ ചോദിക്കാം. എന്റെ അടുത്ത് ചോദിക്കാൻ അങ്ങനെ അളക്കണ. അത് നീ എന്റെ അടുത്ത് ചോദിച്ച കാര്യം തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ അടുത്ത് പോയി ചോദിക്കും. അതറിയണമല്ലോ. നിങ്ങൾ ചോദിക്കാൻ കാര്യം നിങ്ങൾ ഇങ്ങോട്ട് വരി. കളയാതെ ഇറങ്ങിക്കുക പറഞ്ഞ ചോദിക്കും. ഞാൻ കാണണമല്ലോ. മൊത്തം കപ്പ കട്ടായിക്കണം. റബ്ബർ ഇടാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. ആ സുരേന്ദ്രനൊക്കെ കപ്പ കണ്ടത് പിന്നെ അല്ലെങ്കിൽ ഗ്യാസറാ റബ്ബർ ആണെങ്കിലേ എത്ര റേറ്റ് അറിയാം. ഇതെനിക്ക് എഴുതരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് അളന്നു നോക്കാവാ. അത് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ അളവ് മാറുകൂടെ? ഇത് ഓടെ ഇത് ഒഴികാറാ. നിങ്ങളവിടെ നിന്നോ കുടിയാ നീ ഇത് പിടി. പാലം പേപ്പർ എടുത്തടേ. അല്ല കുഴപ്പമില്ല. അതുണ്ടോ അങ്ങോട്ടാ. ഇത് മാത്രമല്ല കേട്ടാ. പിന്നെ ഒരുപാട് ഏക്കേഴ്സ് ഇടയ്ക്ക് അല്ലേ ചിരുടി പോയിട്ടാ അത്രയും പോരെ. ഇത്രയും എന്റെ പൊന്നു മക്കളെ ഇത്രയും വസ്തു അല്ല. ഇത് ലച്ചിനെ കൊട്ടിക്കാനുള്ള വസ്തു മാത്രമല്ലേ ഉള്ളൂ. ഓ അങ്ങനെ അത്രയും കൊണ്ട് തീർന്നാ? നീ കിടക്കണ്, ദാ ഈ കിടക്കണ്, ദാ അവൻ കിടക്കണ്, പിന്നെ പൊടി കിടക്കണ്. എല്ലാരും കെട്ടിച്ചാക്കണ്ടേ? നിന്നെ കെട്ടിച്ചാക്കി അച്ഛന് ജീവിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും വായ്പുള്ള തോണിയോണ്ട് ചോദിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് മൊത്തം അളന്ന് നിൽക്കണം. എന്താണ് നിന്നെ ആരെ കൊണ്ട് കെട്ടിക്കണേ? നേവൽ ഓഫീസ്. ദേവനെ ഞാൻ ആരെ കൊണ്ട് കെട്ടിക്കും? എയർ ഹോസ്റ്റസ്. അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അലീന എയർ ഹോസ്റ്റസ് ആണല്ലേ? എയർ ഹോസ്റ്റസ് ആവണ്ട ചേട്ടാ. പോടാ മുടിയാ. ഇത് കാട്ടിലോട്ട് പോവാ മതി. നിന്നെ ആരും പിടിച്ചോണ്ട് പോകില്ല. നീ പോടേ. ഞാനില്ല അവിടെ പോയി. ഇത് എന്തിനാ കാണിക്കണ? എന്താണ് പറഞ്ഞത്? അളന്നല്ലോ ഒരിക്കൽ അളന്നല്ലേ ഇത്? ഒരിക്കേ അളന്നല്ലേ വീഡിയോ നടക്കണേ? നീ വാ പറയട്ടെ. വാ ആക്രാന്തൻ. അച്ഛാ ഒന്നും കൂടി പോണാ? അങ്ങോട്ട് പോണം. മക്കളെ പോകേണ്ടി വരും. നീ വാടാ. ഇത് ആരെയെന്ന് പറഞ്ഞു കൊടുത്തത്? ഇത് അളന്നല്ലേ? പിന്നെ എന്തിനു വീഡിയോ അളക്കണ? നീ അളന്നല്ലേ? അളന്ന്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ കുറ്റി അവിടെ ഇടയ്ക്ക് മാറി പോണം. എന്തടേ കുറ്റി മാറി പോണം? ഇന്നാളെ ആ പ്ലാവിന്റെ ഇപ്പുറത്തടിച്ച കുറ്റി ഇപ്പുറത്തായി, ഇപ്പുറത്തടിച്ച കുറ്റി അപ്പുറത്തായി. ഇത് ആര് കുറ്റി മാറി മാറി അടിക്കാന്ന് എനിക്കറിയാം. ആരും കുറ്റി മാറി മാറി അടിക്കാനൊന്നുമില്ല. പിന്നെ കേശൂരി കാര്യം പറഞ്ഞാടാ. അലമാരുടെ മുകളില് അച്ഛൻ ടൈപ്പ് വെച്ചിരുന്നു. ആരാന്തോ എങ്ങനെ അത് ഇറങ്ങി വന്ന് ഇവന്റെ കട്ടിലടിക്കണം. അതങ്ങനെ ഒന്ന് നടക്കും. എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. അപ്പൊ അവിടെ കിടക്കണ ആരെങ്കിലും ആയിരിക്കുമല്ലോ മക്കളെ. അച്ഛന് ഭ്രാന്താടാ. ഞങ്ങൾ അച്ഛന് നല്ല ബുദ്ധിയുണ്ട്. ആ ഒടുക്കലത്തെ ബുദ്ധി, സൂപ്പർ ബുദ്ധിയായിപ്പോയി. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പട്ടിയെ പോലെ ഇടയ്ക്കണേണ്ടാ. അങ്ങനെ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഈ കൊച്ചിന്റെ കല്യാണം ആലോചിക്കുമ്പോ എന്നോട് വിളിക്കൂലേ? എന്തിന് ഞാൻ നിന്നെ അവരുടെ പറയണത്? പെണ്ണിന്റെ കൊച്ചച്ഛൻ മണ്ടനാണെന്ന് അവരറിയിക്കാൻ. ഓ ഒരു ബുദ്ധിമാനായ അച്ഛൻ. എടാ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ തന്നെ വേണം കേട്ടോ. കാര്യം തീരുമാനിക്കാൻ ഞാൻ അവിടെ ഉണ്ട്. നീ വേണ്ട. നീ കടയിൽ പോ. ഒറ്റയ്ക്ക് നീ ഒരുപാട് ഉണ്ടാക്കും. എലിയൊക്കെ ഉള്ള ശർക്കര ഒക്കെ എടുത്തോണ്ട് പോകും. അതൊക്കെ ഞാൻ അവിടെ ആളാക്കി ശങ്കരണ്ണ അവിടെ ആക്കിയിട്ട് തന്നെ വന്നത്. ശങ്കരണ്ണ അവിടെ ആക്കിയിട്ട് തന്നെ വന്നത്. ശങ്കരണ്ണാണ് ഒന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഇവിടെ അളക്കണമെന്ന്. എടാ ഓടിപ്പോടാ. അപ്പൊ അളക്കാണെന്ന്
ആരുമില്ല, അച്ഛനും ഇല്ല, ഞാനും ഇല്ല. സമയം നോക്കി നടക്ക കളവല്ലേ? പറഞ്ഞ കള കഴിഞ്ഞ് വരട്ടെ. സുരേന്ദ്രണ്ണോ? നോ ചങ്കരൻ. ബിസ്ക്കറ്റ് വന്നു. ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റാ? യാത് ഇതാണോ? ആ എത്ര വില എഴുതിക്കും നോക്ക്. 25. 25? എവിടെ? ഇതെത്ര? 20. ഇതെത്ര? 20. 40 രൂപ. 40 രൂപയാണ് ഇതിന്റെ ബിസ്ക്കറ്റ്. പേരാണ്. ഇതിന്റെ പേരാണ്. പേരാ? എന്നെ പറ്റിക്കാൻ നോക്കണ? എന്റെ പേരൊന്നും ഇവിടെ നടക്കൂല കേട്ടാ. ഇവൻ തരി ബിസ്ക്കറ്റില്ല, കിളിയാ. ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവന്റെ സ്വഭാവം? അതൊക്കെ അവൻ തിരക്കിയെന്നാണ് പറയുന്നത്. തിരക്കി. അതെ, നേവിയിലെങ്ങാണ്ടാണെന്നാ പറഞ്ഞത്. നേവിയില്. അതെവിടാന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ വന്നിട്ട് അവനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാൽ മതി. ശരി ശരി ശരി. ദൈവമേ, എന്ത് ശല്യമാണ് നോക്കണേ ഇപ്പം. കാരണം എന്താണ്? കല്യാണക്കാര്യം പറഞ്ഞാൽ അച്ഛൻ എന്നെ ദേഷ്യപ്പെടുന്നു. എന്നാലും ചേച്ചിയോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ ചേട്ടൻ. ഇതാ ബാലുവിന്റെ ഒരു സ്വഭാവം. ഇരിക്കണിപ്പോ 16 സ്വഭാവമാ. ഇപ്പൊ കണ്ടില്ലേ അമ്മ കാണിച്ചത്? എന്റെ കൊച്ചിന്റെ കൂടെ കല്യാണമല്ലേ പറഞ്ഞ എന്നോട്. അത് അവൻ കാണിച്ച തെറ്റാ, നിന്നോട് പറയേണ്ടതായിരുന്നു. ഞാൻ വെച്ച് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ. ഞാൻ അറിഞ്ഞൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണ പോലും. അച്ഛൻ വരുമ്പോ നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഞാൻ പറയും. എന്താ മോള് പറയാൻ വന്നാ പറ. അല്ലമ്മ, ഇപ്പൊ ശ്രീരാജേട്ടനോട് ഞാൻ എന്താ പറയാ? അച്ഛന്റെ മുഖത്തോല് നോക്കാൻ പറ്റില്ല എനിക്ക്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാം തന്നെ ഇഷ്ടം. അവനെല്ലാം തീരുമാനിക്കും, ബാക്കിയുള്ളവർക്ക് അതനുസരിച്ചോളണം. അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, എടുത്തിയാട്ടൊന്നുമില്ല. ഇതിപ്പോ ഈ ചില കാര്യങ്ങളിൽ ഇങ്ങനത്തെ മണ്ടത്തരം കാണിച്ചു വെക്കും. ചിലപ്പോ ഇത് നല്ല ബന്ധമായിരിക്കും മോളെ. അതാ അമ്മ എന്തോന്ന് പറയണേ? എന്ത് നല്ല ശരി, നല്ല ബന്ധം തന്നെയാണ്, ആയിക്കോട്ടെ. ഒരു കല്യാണക്കാരുമില്ലേ, ഇത്രയും പേര് കുടുംബക്കാരില്ലേ, ആരുടെ പറയണ്ടേ? അതാണ് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നത്. അല്ല, അവൻ അറിഞ്ഞോണ്ട് വന്നു. അച്ഛൻ വന്നിട്ട് എല്ലാവർക്കും കൂടെ ഇരുന്ന് തീരുമാനിക്കാന്ന് അവൻ വിചാരിച്ചാണ്. ശരി, അങ്ങനെ എല്ലാരും കൂടെ അവനെ കുറ്റം പറയണ്ട. അങ്ങനെ പറയണ്ട. ചേട്ടത്തിനോട് ഒരു വാക്ക് പറഞ്ഞാ എന്താ? ചേട്ടത്തിനും കൂടെ മോളല്ലേ അത് പറയാത്തെന്തായി? ചേട്ടാ നീ ഒന്ന് മര്യാദ കേട്ടോ. അല്ല, അത് സുരേന്ദ്രൻ പറഞ്ഞ നേരാ. എന്നോട് പറയണ്ടേ? എന്നോട് പറയാണ്ടാണ്. അവർ അച്ഛനും അമ്മയും കൂടെ അല്ലേ കൊച്ചിന്റെ കല്യാണങ്ങൾ തീരുമാനിക്കുന്നത്. ചേച്ചിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാറുള്ളതല്ലേ. ഇതിപ്പോ ഏതായാലും അച്ഛൻ വരട്ടെ, വരുന്ന അനുഭവിക്കാം. അല്ല എന്തോ അച്ഛൻ വരുമ്പോഴാണ് രസം. കൊണ്ട് അങ്ങോട്ട് വയ്യ അങ്ങോട്ട്. അത് നടുവേ ഇവളോടെ പോയി കിടക്കണേ. എന്റെ അമ്മ ഇറങ്ങാത്തത് കുടിയാ? എന്റെ അമ്മ ഇറങ്ങാത്തത് പെണ്ണുങ്ങളല്ല ഒരുങ്ങി വരുമ്പോ സമയം എടുക്കും. വലിയ ഒരുക്കാന്ന് വേണ്ടെന്ന് പറയടേ. കാറിലല്ലേ പോണം, അവിടെ പോയി ഒരുങ്ങാം. അവിടെ ഇറങ്ങാൻ പറ. എന്നാലും എന്റെ ബാലു, ഇത് എന്തൊരു പോക്കാടത്. അച്ഛനും ചേട്ടനും വന്നിട്ട് പോയാ പോരെ? എന്റെ പൊന്നു ചേട്ടത്തി, അവിടെ ഒരുപാട് പണി കിടക്കണം, ഒരുപാട് വർക്ക് പെൻഡിങ് കിടക്കണം. ഞാൻ ചെന്നിട്ടുണ്ട് എല്ലാം നന്നായി കൊടുക്കാർക്ക്. ആണോ? അവിടെ പോയിട്ട് അങ്ങ് മലപ്പറിക്കണ ജോലി എന്നാണ് വിചാരം. അവിടെ പോയി സ്കൂട്ടർ കൊടുത്ത് ഇങ്ങനെ പിടിച്ചിരിക്കാനാ നമുക്ക് അറിഞ്ഞൂടാത്ത പോലെ. അഞ്ചേ എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് ഞാൻ കണ്ടു പോകും. എന്റെ മുമ്പ് കണ്ണുമ്പ് കാണാന്ന് പറ. എടാ സത്യം പറയടാ, അച്ഛൻ വരുന്നുള്ള പേടിയിൽ പേടിച്ച് ഓടാലടാ, പേടി തൊണ്ടാ. എനിക്ക് അവിടെ പോയി ഭാരിച്ച പണിയുണ്ടടാ. കേബിൾ ടി വി യൂണിയൻ അസോസിയേഷൻ, കേബിൾ ടി വി യൂണിയൻ അസോസിയേഷനിൽ പോണെന്ന്. അതിന് കേബിൾ ടി വി വലിയ അതിന്റെ ഓണറൊന്നും ഇതേ ഓപ്പറേറ്ററാണ് ഞാൻ. അപ്പോൾ എനിക്കവിടെ പോകണം, പങ്കെടുത്തേ പറ്റൂ. ഞാനാണ് അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കണേ. ആളെ നടിച്ചാ പോരാ. അങ്ങ് ചെന്നിട്ടാ മതി. എടുത്തോണ്ട് പോടേ. അയ്യോ, അമ്മ പറഞ്ഞേ അച്ഛൻ വന്നിട്ട് പോയാ പോരേന്ന്. ഈ ഒരു കാര്യം നിങ്ങളെല്ലാം അവിടെ നിൽക്കും, ഞാൻ പോണു. അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ പോ, ആ വണ്ടി എടുത്തോണ്ട് പോ. ഞാനേ അച്ഛൻ വന്ന ശേഷം ചേട്ടത്തെയും പിള്ളേരെ കൊണ്ടങ്ങ് വരാം. കാര്യങ്ങൾക്ക് കല്യാണ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ട് വരാം. അത് വേണ്ട, ഞാനല്ലേ കൊണ്ടുവന്നത്, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം കേട്ടാ. കാര്യമൊക്കെ എങ്ങനെയാ അപ്പൊ? അമ്മ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ തിരിക്കണം. തിരിഞ്ഞ് ചെട്ടുകണ്ടം വഴി, കൊല്ലം വഴി, കരുനാഗപ്പള്ളി വഴി നേരെ. നീ പോകുന്ന വഴിയല്ലേ ഞാൻ ചോദിച്ചത്. പിന്നെ അച്ഛൻ വരുമ്പോ ഞാൻ എന്ത് പറയുമെന്ന്? അമ്മ അച്ഛൻ വരുമ്പോ ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ലേ കാര്യങ്ങള്, കല്യാണ കാര്യങ്ങള് എല്ലാം പറഞ്ഞു കൊടുക്കണം. വസ്തുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. വസ്തു വിറ്റാലേ കല്യാണം നടക്കും. ഒരു കാര്യം ചെയ്യ്, നീ പോ, ഞാൻ അച്ഛൻ വരുമ്പോ അച്ഛനെ വിളിച്ചോണ്ടങ്ങ് വരാം. എടാ, അച്ഛൻ കർഷക സംഘം അവാർഡ് മീറ്റിംഗ് പങ്കെടുക്കാൻ പോയല്ലേ, തളർന്ന അവശനായിട്ട് വരല്ലേ, റെസ്റ്റ് എടുക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചോണ്ട് വാ. അയ്യോ അത് പറ്റൂല, ഉടനെ തന്നെ വിളിച്ചോണ്ട് വരണം. കാര്യം കല്യാണ കാര്യമില്ല, കാര്യങ്ങൾ ഒരുപാട് തീരുമാനിക്കണ്ടല്ലോ. ഉടനെ ഞാൻ വന്ന ഉടനെ ഞാൻ വിളിച്ചോണ്ട് വരാം. നീ അച്ഛനില്ലാത്ത തക്കം നോക്കി വന്നതല്ലേ ഈ വസ്തു വയ്ക്കാൻ വേണ്ടിട്ട്? കല്യാണക്കാരും അവതരിപ്പിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, വന്ന ഉടനെ വീട്ടിനകത്തോലും കയറ്റരുത്, വിളിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാ. അഞ്ചു പോട്ടാ, ചേട്ടത്തി പോട്ടാ.
മക്കളെ ബാലു കല്യാണത്തിന്റെ തീയതിയൊക്കെ പെട്ടെന്ന് തീരുമാനിക്ക് കുഞ്ഞമ്മക്ക് നേരത്തെ അങ്ങ് നിന്റെ വീട്ടിൽ വരണ്ടേ ഇപ്പൊ വാ, അതിന് നേരത്തെ ഇപ്പോഴും അല്ല നീ തീരുമാനിച്ചിട്ട് ഞാൻ വരാം കുഞ്ഞമ്മ ഇപ്പൊ പറഞ്ഞില്ല. ഇപ്പൊ പോ. ശരി ഇവിടെ നിർത്തിക്കാം നന്നായി അനുഭവിച്ചു. ശരി മോളെ. അതെ ശരി സാർ ആർക്കുട്ട വൈ ഉമ്മതാ അമ്മ തിന്നത്. അവിടെ കാണാം. എങ്ങനെ പോവാ? ദേ, ആ വസ്തു എഴുതി പെട്ടെന്ന് തരാൻ പറ. വസ്തു തരാൻ പറയണ്ട വേണ്ടട്ടാ പറയണ്ടട്ടാ വസ്തു വേണ്ടെന്ന് പറഞ്ഞ വേണ്ട അച്ഛൻ കുട്ടമ്പിള്ള കൊണ്ട് വരാം എന്റെ വസ്തു ബാക്കി അച്ഛൻ വേണ്ട ഞാൻ അവിടെ ഇറങ്ങി വരുന്നില്ല അപ്പൊ വന്നിട്ട് വരാന്ന് പറ പോടാ അപ്പൊ വന്നിട്ട് വരാന്ന് പറ 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 അപ്പൂപ്പൻ വരട്ടെ. ചേട്ടനെ കൊണ്ടുപോലെ ചേട്ടനെ കൊണ്ടുപോട്ടെ പിന്നെ ഇന്നെ എടുത്തോട്ടാ ലച്ചുനെ കൊണ്ടുപോലെ പറ കൊണ്ടുപോലെ പിന്നെ അവനെ കൊണ്ടുപോട്ടാ അയ്യോ മുടിയാൻ കൊണ്ടുപോലെ പിന്നെ ആരെ കൊണ്ടുപോടാ അച്ഛൻ പോയിക്കോന്ന് പറ അഞ്ചെണ്ണം ഉണ്ട് നന്ദിയുള്ള ഒരൊറ്റ എണ്ണം അത്രേ ഉള്ളടാ ആ കൊച്ചിനേ ഉള്ളു നന്ദി. കാന്താരി പട്ടിയെന്നാ നീ കാന്താരി പട്ട് കാന്താരി പാട്ട് പാടിയ കാന്താരി പെണ്ണേ കളിച്ചോണ്ടിരിക്കാ മൂപ്പലായി പിന്നെ എത്തും വാ പോവാ ഞങ്ങൾക്കറിയാം. കൊണ്ടുപോകത്തല്ലേ കൊണ്ടുപോലേ പെട്ടെന്ന് കയറേ കേട് ചെല്ലു മക്കള് പൊക്കോ പൊക്കോ അമ്മൂമ്മ വരാവേ പൊക്കോ പൊക്കോ ബാ ബാ അമ്മൂമ്മ കൊണ്ടെത്താൻ ബാ. കേറി. ഓ, പതുക്കെ നീ നേരത്തെ തലവെന്ന് വീഴുമെന്ന് പറയാൻ വേണ്ടി. അമ്മൂമ്മ വരാവേ അങ്ങ് വരാവേ. അമ്മ വരട്ടെ നിൽക്ക്. അമ്മ വേണ്ട നമുക്ക് വേറെ കേട്ടാ പോട്ടെ അമ്മയുടെ അമ്മ അല്ല നേരെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ശരി എടുക്ക്. ഞാൻ വരാം. നമ്മൾ ചേട്ടാ കേറ് മോളെ. അവള് വാ. കയറി കയറി ചിറ്റപ്പ അങ്ങ് വരാമേ പുളിമുട്ടായി വാങ്ങിച്ചോട്ടെ കേട്ടാ. ആ ടാറ്റാ, ടാറ്റാ. അല്ല അപ്പുറത്ത് കൊടുക്കാം. ശിവാനിക്ക് പനി. പാർക്കുട്ടി വാ വാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഓർമ്മയുണ്ടേ. ഓക്കെ സൂക്ഷിച്ചു പോ, പതുക്കെ പോയാൽ മതി. ശരി 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 അഞ്ചു ആ ടാപ്പ് എടുത്ത് തന്നെ വിടും അളന്ന് തുടങ്ങി ഓട്ടോ ശരി ശരി